നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റൺഔട്ട് ആകേണ്ടി വരുന്നത് എന്തൊരു കഷ്ടമാണ്. നിങ്ങളുടെ സ്വന്തം തെറ്റുകൊണ്ടോ പങ്കാളിയുടെ പിഴവ് കൊണ്ടോ ആകാം ഇത് സംഭവിക്കുക. പുകയില നിങ്ങൾക്ക് ദോഷം ചെയ്യും. നിങ്ങൾ വലിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരും പുകഞ്ഞു തീരുന്നു. സ്മാർട്ട് ആവൂ, പുകയിലെ അകറ്റി നിർത്തൂ, റൺഔട്ട് ആകാതിരിക്കൂ. സ്വന്തം കെട്ടിയോനെ വലിച്ചു കീറുന്ന മാതിരിയാണ് വലിച്ചു കീറുന്നത്. അവിടെ സീസ് തീർക്കണം തോന്നുന്നുണ്ടല്ലോ. നമ്മുടെ കൊച്ചേട്ടനാണല്ലോ. വേഗം പാടാ. ഇവൻ ആരാന്നറിയോ? ഈ പന്ന ഇവൻ കാരണം എനിക്കുണ്ടായ നഷ്ടം ഒന്നും രണ്ടുമല്ല, 25 അറിയോ? വേറെ 25 രൂപയുടെ കാര്യത്തിന് ഇങ്ങനെ തരുന്നേ. ഞാൻ ചോദിക്കാം കൊച്ചേട്ടാ, സത്യത്തിൽ എന്താ സംഭവിച്ചത്? എന്റെ മെമ്പർ, ആ സുഖുവിന്റെ വീട് തേണ്ട ഞാൻ ഇവർക്ക് വാങ്ങിച്ചു കൊടുത്തു. ആ ഒരു അപരാധമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്താ ചേട്ടനാണോ ഈ കച്ചവടത്തിന്റെ ബ്രോക്കർ? അതിന് എന്ത് കൊടുത്തു? എന്താ കൊടുത്തെന്നോ? എടോ, അരുവാത്തുണ്ട് പോലത്തെ ഈ ഭൂമിക്കും വരയ്ക്കും കൂടെ എന്തോ കിട്ടുമെന്നാ തന്റെ വിചാരം. ഒരു 50-60. 50-60. എടോ, വെറും 30 രൂപയ്ക്ക് ഞാൻ ഒതുക്കി കൊടുത്തിരിക്കുക. അതാ കൊച്ചാട്ടന്റെ മിടുക്ക്, അറിയാവോ? ഇപ്പൊ ആധാര ചെലവ് കൂടുതലല്ലേട്ടാ? എത്രയായി? എടോ, ആധാരം ഒന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്തുവാന്ന് വെച്ചാൽ സുഖുവിനും ഗൾഫിൽ പോകാനുള്ളത് കൊണ്ടേ ഒരു 25 രൂപ അഡ്വാൻസ് ആയിട്ട് കൊടുത്തു. കാരണവന്മാരെയും പരദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ച് അടുപ്പിലേക്ക് പകർന്നോളൂ. എന്തോ ഇത്? നോട്ടീസ്. എടോ, ഇത്രയും ആൾക്കാർ ഇവിടെ നിരന്ന് നിൽപ്പില്ലായിരുന്നോ? അപ്പൊ നോട്ടീസ് അവരുടെ കയ്യിൽ കൊടുത്താ പോരായിരുന്നോ? നോട്ടീസ് ആണോ? ആ വീടിന്റെയും പുരയിടത്തിന്റെ ഒറിജിനൽ ഡോക്യുമെന്റ്സ്, ആധാരമേ, അത് പണയം വെച്ച് സുഖ കാശടിച്ച് മാറ്റിയ വിവരം ഞാൻ അറിയാമോ? ആരാടാ ഈ ഉണ്ണിയാർച്ച? പരമ്പര കള്ളപ്പാന്നിയോട് കൊച്ചേട്ടനെ തല്ലുന്നേ.
ആർച്ച വരുന്നേ ചെമ്പുലിയായി ചീറി വരുന്നേ അച്ചമ്പൊമ്പ ചാട്ടുളി അമ്പ ഏറ്റാൽ തീർന്നേൻ മാറി നടാ തട്ട് ചാടി മറിഞ്ഞിട്ട് ഉടനടി മുടി ഉറുമിയിൽ വെട്ട് ആർച്ചയിടി വെട്ട് ഉടക്കി നിന്നാൽ പൊടി പരിവത്തിൽ ചവിറ്റുകൊട്ടേൽ ഉടനടി തള്ളും കൊടുമുടി കയറണ കളം ഇത് കളി ഇത് കഥ ഇത് തുടരണ ആർച്ച വരുന്നേ ചെമ്പുലിയായി ചീറി വരുന്നേ അച്ചമ്പൊമ്പ ചാട്ടുളിയമ്പ ഏറ്റാൽ തീർന്നേൻ മാറി നടാ കൂട്ടങ്ങൾ 100 നേരെ വന്നാൽ പുല്ല പിന്നല്ല കോടിരം ചെങ്കോലും ഇല്ലേലും രാജാവാണിയാർച്ച തേർവാഴ്ച ഗ്രാമത്തിൽ എന്തിനും ഏതിനും മുന്നിൽ കാണും മാർച്ച ഉണ്ണിയാർച്ച ഇവളരി കനൽ പുറമേയൊരു തീയലയായുയരും അകമൊരു കനൽ നുരപതയണ പല തിര നിറയുന്നൊരാഴി കല്ലുകൊണ്ടരിക പെൺരൂപം തിരിവില്ലലാണ് തിരുവിഴിനാളം വളരിത്താളം ഗണമാവേശം എതിരില്ലതിരിൽ ഇനി മണ്ണിലിതാ ആർച്ച വരുന്നേ ചെമ്പുലിയായി ചീറി വരുന്നേ അച്ചമ്പൊമ്പ ചാട്ടുളിയമ്പ ഏറ്റാൽ തീർന്നേൻ മാറി നടാ മോനെ അയ്യോ ജോയ് സാറേ ശിവേട്ടോ എന്റെ എത്രേ അത് എന്തൊക്കെ കഴിച്ചേ? 2 കഷ്ണം പുട്ട്, 2 പപ്പടം, 1 മുട്ടക്കറി, ചായ. എന്തൊക്കെ കഴിച്ചേ? 2 കഷ്ണം പുട്ട്, 2 പപ്പടം, 1 കറി, 1 ചായ. അപ്പം 22 10 32 32 8 90. എന്റെ ചേട്ടാ 2 കഷ്ണം പുട്ട്, 2 പപ്പടം, 1 മുട്ടക്കറി, ചായക്ക് 90 രൂപ. മുട്ടക്കറി കഴിച്ചേ? ആ മുട്ടക്കറി. മീൻകറി കഴിച്ചു. അതാ കണക്കേച്ചി, അതാ കൂടിയത്. അപ്പൊ മുട്ടക്കറിക്ക് 25 25 10 35 45 അപ്പൊ 70. 70. 2 കഷ്ണം പുട്ട്, 2 പപ്പടം, 1 മുട്ടക്കറി, ചായക്ക് 70. പുട്ടാന്നേ? ആ പുട്ട് പൊറാട്ട കഴിച്ചു. അതാണ് അത്ര കാര്യം കൂടാൻ കാരണം. അപ്പൊ പൊറാട്ടക്ക് 8 8 8 16 12 12 60. ഇത്രേ 60. എന്റെ ചേട്ടാ 2 കഷ്ണം പുട്ട്, മുട്ടക്കറി, പപ്പടം, ചായ കഴിച്ചത്. 10 30 40 ഇത്രയൊന്നും ആവൂല. അന്റെ അടുത്ത് എന്തുണ്ട്? ഉള്ളത് തന്നിട്ട് പോ, കച്ചവടം മുടക്കല്ലേ. അത് മര്യാദ. കിട്ടിയതായി വയ്ക്കുക. പറ്റിച്ച് പാട്ട് ടീച്ചറായിരിക്കും കണക്ക് പഠിപ്പിച്ചത്. ജോയ് സാറേ,
ശിവേട്ടാ 1 2 3 അവരിലോട് ചായ. പറ്റിത്തിരി കൂടുണ്ട് കേട്ടോ. ഒരു കൂപ്പൺ എഴുതി കൊടുക്ക ശിവേട്ടന് സംഭാവന. ഒരു പഴംപൊരി, ഒരു ഉണ്ടംപൊരി. കൈക്ക് എന്ത് പറ്റി മെമ്പറെ? പറഞ്ഞു കൊടുക്കടോ. ഈ മെമ്പർ ഞങ്ങൾ ജീവൻ പണയം വെച്ച് ഇടപെട്ടോണ്ടാ കൊച്ചേട്ട ഫ്ലക്സ് ഒക്കെയായിരുന്നു. എന്നിട്ട് ഉണ്ണിയാർച്ച കയറി ഗുണ്ടകളെ മേഞ്ഞു എന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. ഉണ്ണിയാർച്ച വരുമ്പോഴേക്കും കൊച്ചേട്ടനെ അവർ ഉറക്കിയാനെ ഈ മെമ്പർ ഇടപെട്ടുണ്ടല്ലേ. കണ്ടാടാ പണ്ടങ്ങാണ്ട് സ്കൂളിൽ പഠിപ്പിച്ച ജോയി മാസ്റ്റർ പേര് ഇപ്പോഴും വിളിക്കണ കേട്ടാ. കണ്ട് പഠിച്ചോ. സ്കൂളിൽ പഠിപ്പിച്ച സാറല്ല, പണ്ട് ഈ സ്റ്റേഷനിൽ വെച്ച SI ആ ജോയ് സാറ്. അന്ന് ഇയാളെ കഞ്ചാവ് കേസിൽ പിടിച്ചിട്ട് കുരിച്ചിരുത്തി മുതുകിലിടിച്ചിട്ടുണ്ട് അയാള്. അതിന്റെ വേദന കൊണ്ട് ഇപ്പോഴും കൈ പൊക്കുമ്പോ ജോയ് സാറേ എന്ന് വിളിക്കണത്. എന്താ വിജയമേ? മനോജേട്ടൻ ഇതിലെങ്ങനെ വന്നു? മനോജ് ഉണ്ണിയാർച്ചയുടെ ചീട്ടുകൾ ക്ലബിൽ എന്തായാലും ഉണ്ടാവും. ഈ മനുഷ്യനെ കൊണ്ടു നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ പൂട്ടിച്ചാഞ്ഞൂടെ? പൂട്ടിക്കാനാ? ഞാനെല്ലാം മന്ത്രി വിചാരിച്ച നടക്കില്ല. പോയി ചായ എടുക്കണോ? സന്നിച്ചോ, ഇന്ന് നല്ല പെരിശാണല്ലോ. എന്നാ ഞാൻ ബ്ലെയിം. തുറക്കാം. നീ കാലത്തിൽ കോയലിട്. മനോജേട്ടൻ ഇങ്ങോട്ടെങ്ങാനും വന്നോ? എനിക്കറിയത്തില്ല. മനോജിന്റെ ആരാ? ഭാര്യ. എന്താ കാര്യം? അമ്മയെ ആശുപത്രി കൊണ്ടുപോവാൻ കാശുമായിട്ട് വരാന്ന് പറഞ്ഞിട്ട് പോയതാ. കാശ് ഞാൻ തരാം, പക്ഷേ ഗെയിം ഒന്ന് കഴിയണം. ഇത് ഉണ്ണിയാർച്ച നടത്തുന്ന ക്ലബ്ബാ. ഇവിടെ അനാവശ്യം കാണിച്ച അടിച്ചൊതുക്കി പായ കെട്ടിവിടും. വിജയമ്മ പോയിക്കോ. പടയപ്പ സുനാമി ഉണ്ടാപ്പി. സണ്ണിക്കുട്ടിന്റെ പെണ്ണെ കാണുമ്പോ എന്തോ ഒരു ജലദോഷം. അതങ്ങ് ഒഴിപ്പിച്ചേക്ക്. ഒറ്റയ്ക്ക് നിർത്തില്ല ഐസ് കേട്ടത്. ഒരു ടച്ച് കൊടുത്തട കേടിയത്. അടിപൊളി. Stupid! Idiot! ബാംഗ്ലൂർ ഒറ്റയ്ക്കാ വന്നത്? എന്ത് കോലാടിയത്? എന്താ അവളുടെ കോലത്തിനൊരു കുറവ്? നിനക്ക് അവള് മോളായിരിക്കും, എനിക്ക് അവളെന്റെ ആൺകുട്ടിയാ. അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ട ആർച്ചേ. ചുമ്മാ ആണുകളിച്ച് നടന്നാ പോരാ, കെട്ടിച്ചു വിടാൻ പോണ പെണ്ണ. ആ വിചാരം വേണം. നിനക്ക് എപ്പോഴാ ഈ കുടുംബബോധമൊക്കെ വന്നത്? പണ്ട് നീ കുടുംബം നോക്കാതെ സർക്കസ് കളിച്ച് നടന്നപ്പോഴല്ലേ ഇവളെ തള്ളയാത്തത്. അതെ, അവള് ഭർത്താവിന്റെ അനിയന്റെ മോളായിട്ടല്ല, ഉണ്ണിയാർച്ചയുടെ മോളായിട്ടാ വളർന്നത്. അപ്പൊ കുറച്ച് ആണത്തൊക്കെ വേണം. വാ മോളെ, നമുക്ക് അകത്തു പോവാം. പറ മോളെ, എന്തൊക്കെ ഉണ്ടായിരുന്നു കോളേജിലെ വിശേഷങ്ങൾ? അവളുടെ സ്വഭാവം നിനക്കറിയാൻ മേലേ. കാര്യം നീ അവളുടെ അച്ഛനാ. പക്ഷെ റാണിമോൾ എന്തെങ്കിലും പറഞ്ഞാ ചിന്നമ്മ സഹിക്കുവോ? ഞാൻ കുടുംബം നോക്കാത്തവനാ, അതെന്റെ ഗതികേട് എന്ന് കരുതി എന്റെ മോളുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞ അണ്ണാക്കി പഴുത്ത ഇറക്കിയേ നിവർത്തിയുള്ളൂ. കെട്ടിയവനായ എന്നെ എന്തൊക്കെ പറയുന്നു, നീ അതെല്ലാം വിട്.
ആകെ 2 അടി 4 ഇഞ്ചേ മുഴുപ്പുള്ളൂ. അമിതാഭ് ബച്ചൻ എന്നാ വിചാരം. എടാ, മനുഷ്യന്മാരെ പോലെ പൊക്കം വേണം, എന്നാലേ മക്കൾ വരെ അംഗീകരിക്കത്തുള്ളൂ. എന്താടോ എന്ത് കമ്പിളി പുതപ്പ്? ഇവിടെ ഉള്ള പുതപ്പ് തന്നെ ഇത്രയും നാളായിട്ട് പുതയ്ക്കാനൊക്കെ നടക്കുന്ന ഹതഭാഗ്യനാ ഞാൻ. ഇയാള് ചെല്ലേ കമ്പിളി പുതപ്പ്. ഇവനെയൊക്കെ ഒട്ടകപ്പക്ഷികളുടെ മുട്ട വെച്ച് വിരിച്ചതാണോ? നട്ടപ്പന പോലെ പൊങ്ങി അങ്ങ് പോവുക. നമ്മളെയൊക്കെ എന്തിനിങ്ങനെ ഉണ്ടാക്കി കളഞ്ഞോ? കണ്ണുള്ളവനെ കാണൂ, കാതുള്ളവരെ കേൾക്കൂ. അടുത്ത മാസം ഒരു മേജർ ഓപ്പറേഷൻ വിധേയമാവുന്ന ഈ പിഞ്ചോമനയുടെ ജീവൻ രക്ഷിക്കുവാൻ സുമനസ്സുകൾ കരുണ കാട്ടേണമേ. പാവപ്പെട്ട അച്ഛനും അമ്മയ്ക്കും ജനിച്ച ഈ കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ നിങ്ങളോട് യാചിക്കുകയാണ്. കരുണ കാട്ടേണമേ, കരുണ കാട്ടേണമേ. ഇവിടെ നിർത്തണം. കൊച്ചുണ്ടല്ല, ഇറങ്ങി രണ്ടുപേരും വേഗം ഇറങ്ങിഞ്ഞോട്ട്. ഫ്രണ്ടിൽ ചെന്ന് ദുഃഖത്തോടെ നില്ല്. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മളെപ്പോലെ മജ്ജയും മാംസവും മാനുഷിക വിചാരവുമുള്ള ഈ പിഞ്ചുകുഞ്ഞ് ഒരു മാരക രോഗത്തിന് അടിമയാണ്. പ്രിയമുള്ളവരെ, കണ്ടാൽ തിളങ്ങുന്ന ഈ മുഖത്തിന് പിന്നിൽ ബ്രെയിൻ ട്യൂമർ എന്ന മാരക രോഗം മരണം കാത്തുവെച്ചിരിക്കുകയാണ്. അതിനാൽ ഒരു മേജർ ഓപ്പറേഷൻ ചെയ്താൽ ഒരുപക്ഷെ ഈ പുഞ്ചിരി മായാതിരിക്കും. അതിന് 25 ലക്ഷം രൂപ ചിലവ് വേണം. നിങ്ങളുടെ കയ്യിലുള്ള പൈസകൾ തന്ന് ഈ പാവം കുഞ്ഞിനെ രക്ഷിക്കൂ. പ്രിയമുള്ളവരെ, നിങ്ങൾ ഞങ്ങളെ പൊന്നോമനകളായി കണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസകൾ തന്ന് ഞങ്ങളെ സഹായിക്കൂ. പാടാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ കരോക്കെട്ട് ഞാൻ 2-3 പാട്ടുകൂടെ പാടിയേനെ. ഒന്ന് കര. പ്രിയമുള്ളവരെ, സഹായിക്കൂ. ഈ പുഞ്ചിരി നിങ്ങൾക്ക് കാണണ്ടേ? നിങ്ങളാൽ കഴിയുന്ന സഹായം നൽകി ഈ പാവം കുടുംബത്തെ രക്ഷിക്കൂ. എല്ലാരും ഒന്ന് ദയനീയതയോടെ നോക്കട ചേർക്കാൻ. പാവം ഈ പിഞ്ചു കുഞ്ഞിനെ രക്ഷിക്കൂ. ഇവിടെ ഇത്രയൊക്കെ കിട്ടുള്ളൂ. പ്രിയമുള്ളവരെ, ഈ ബക്കറ്റ് കണ്ടപ്പോൾ ഞങ്ങളുടെ പകുതി മനസ്സറിഞ്ഞു വിടറാ. നിന്നെ എനിക്ക് അത്ര വിശ്വാസമില്ല. അകത്തോട്ട് പോയി. നിങ്ങൾ നൽകിയ സഹകരണത്തിനും പ്രോത്സാഹനത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് ഞങ്ങൾ യാത്രയാവുന്നു. അകത്തോട്ട് കയറ്. അതുവഴി അങ്ങ് പോവരുത്. ആ ചെറുക്കൻ ബക്കറ്റ് കേടാൻ നോക്കണേ. ചന്ത പിരിയുന്നതിന് മുമ്പ് അവിടെ ചെന്ന് നല്ലൊരു പിരിവ് കിട്ടും. വേഗം വിടങ്ങോട്ട്. പ്രിയമുള്ളവരെ, 2600, 2700, 2800, 2100. ഇതങ്ങനെ വേണ്ട. ഇതിലൊന്നുമില്ലല്ലോ. 1, 2, 3, 4, 5. ഇന്നാ 500 രൂപ ഉണ്ട്. ഐശ്വര്യം പറ്റി പിടിച്ചു. രാവിലെ ഒരു ചടിച്ചിട്ട് 500 രൂപ 1000 രൂപ ഇടോ. എന്തോന്ന് ഇടാ? രാവിലെ മുതൽ നിന്റെ ചെല്ലും ചെലവ് ഇതിന്റെ പെട്രോൾ ഞാനല്ലേ, പിന്നെ എന്ത്? ഓടിക്കല് മാത്രമല്ലല്ലോടോ, പിന്നെ ബക്കറ്റ് എടുത്ത് തെണ്ടുന്നത് ഞാൻ തന്നെയല്ലേ. എന്റെ മൈക്കിന്റെ 2500 രൂപ കാട്ടും. ഈ ഊത്ത കോളാമ്പിക്കാ 2500 രൂപ. ഒന്നും ചെരിപ്പിക്കാതെ പോകണ. 1000 രൂപ വെച്ചോ. അത് എന്റെ പട്ടി കൊണ്ട് കൊടുത്താൽ മതി. നിങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. ഒന്നുമില്ലെങ്കിൽ ഇതൊരു കാരുണ്യ പ്രവൃത്തിയല്ലേ. അടുത്ത ആഴ്ച തമിഴ്നാട്ടിൽ ശരീരം മൊത്തം പൊള്ളിയ ആളെ ഞാൻ കൊണ്ടുവരും. അപ്പൊ നമുക്ക് ഇരട്ടി ലാഭം ഉണ്ടാക്കാം. ഈ കൊച്ചിനെ നല്ല ഇയാൾ വാടകയ്ക്ക് എടുത്താൽ. അതേടോ, ഞാൻ വാടകയ്ക്ക് എടുത്തത് തന്നെ. ഒരു പണിയും ഇല്ലാതെ ഇരുന്ന് ചൊറിയും കുത്തി ടെസ്റ്ററും കടിച്ചോണ്ടിരുന്ന തനിക്ക് ഞാൻ ഒരു പണി എന്നില്ലേ? അത് തന്നെ വലിയ കാര്യമാണ്. കളിക്കാണ്ട് കാശ് എടുക്കണോ? നിനക്ക് ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണി ഈ പേട്ട് ചെറുക്കൻ കിൻഡർ ജോയും മേടിച്ചു കൊടുത്തപ്പോൾ തന്നെ രൂപ അവലിടക്കെ ഇറങ്ങിയത്. ഇതിനെ വിളിച്ചോണ്ട് പോവാൻ നോക്ക് പോ. അപ്പൊ നാളെ ഒറ്റപ്പാലം ഗസ്റ്റ് ഹൗസിന്റെ ഫ്രണ്ടിലാണ് ഡ്യൂട്ടി. ചെറുക്കനെ വിളിച്ചോണ്ടങ്ങ് വരണം. ഇന്നത്തെ പോലെയല്ല, നാളെ കുഴിമന്തിയും കുലുക്കി സർബത്തുമാണ് ഷൈൻ ചെയ്യാ. കുലുക്കി എന്നെ കാരെ അമ്മേ, കൈകാലിന്റെ ചലനം നഷ്ടപ്പെട്ട ഈ ചെറുപ്പക്കാരന്റെ ചികിത്സക്കായി ഉദാരമായ സംഭാവനകൾ നൽകി സഹായിക്കൂ. വിഷമിക്കേണ്ട, എല്ലാം ശരിയായി വരും. കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കാം. നിലവിളി കേൾക്കുന്ന തമ്പുരാൻ എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.
സന്തോഷായില്ല. ഇവിടേക്ക് ട്രാൻസ്ഫർ കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. എല്ലാം അച്ഛൻ്റെ പ്രാർത്ഥന. അല്ല, നല്ല മനസ്സുകളുടെ കരുണ. ഞാൻ അതിനൊരു നിമിത്തമായെന്ന് മാത്രം. കണ്ടോ, നിന്റെ മോൻ അങ്ങോട്ട് വളർന്നു. നടുന്നവനോ നനയ്ക്കുന്നവനോ അല്ല, വളർത്തുന്നവനാണ് ദൈവം. അച്ഛൻ്റെ അനുഗ്രഹം ഉണ്ടാവണം. അതെപ്പോഴും ഉണ്ടാവും. നല്ലത് കേൾപ്പിക്കണം. പാവങ്ങളെയും നീതി നിഷേധിക്കപ്പെട്ടവരെയും രക്ഷിക്കുന്നവനാവണം. മാത്രല്ല, നിന്നെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കുറെ കുഞ്ഞനിയന്മാര് ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം നീ മറക്കരുത്. ഇല്ലച്ചോ, എനിക്കെങ്ങനെ മറക്കാൻ കഴിയുമോ? അതെനിക്കറിയാടാ മോനെ. ആട്ടെ, എവിടേക്കാ പോസ്റ്റിംഗ്? ഗാന്ധിനഗർ സ്റ്റേഷൻ. ഒരുപാട് കഷ്ടപ്പെട്ട് ഒപ്പിച്ചെടുത്താണച്ചോ അവിടെ തന്നെ ഈ പോസ്റ്റിംഗ്. അത് വേണ്ടായിരുന്നു. വേണം. അവിടെയാണല്ലോ അവരുള്ളത്. ആ ഉണ്ണിയാർച്ച, എൻ്റെ അച്ഛൻ്റെ മരണത്തിന് കാരണക്കാരി. അവരെനിക്ക് കിട്ടണം, എൻ്റെ കൈപ്പാങ്ങിന്. എന്നിട്ട് എനിക്ക് അവരോട് ചോദിക്കണം എന്തിനാണ് എൻ്റെ അച്ഛനെ തല്ലിയതെന്ന്. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ നെഞ്ചിക്കിടന്ന് നീറ് കാണിച്ചു. ഓർഫനേജിൻ്റെ ഇരുട്ടിലിരുന്ന് പലവട്ടം ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഈ കൈകൊണ്ട് അവരുടെ കഴുത്തഞ്ഞിരിക്കുന്നത്. പ്രതികാരം അത് ദൈവത്തിന് വിട്ടേക്ക് മോനെ. കാലം അവരോട് കണക്ക് ചോദിച്ചോളൂ. എൻ്റെ മോൻ മനസ്സിലെ ആ കരടൊക്കെ കഴുകിക്കളഞ്ഞ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. ഒരുപാട് പ്രതീക്ഷകളുണ്ട് എനിക്ക് നിന്നിൽ. അച്ഛൻ എന്നെ വിശ്വസിക്കാൻ. ആ, നിനക്ക് നിന്റെ അനിയന്മാരെ കാണണ്ടേ? വേണം. മക്കളെ ഒന്ന് വന്നേ. കൊണ്ടുവരും. ആ, എല്ലാവർക്കും ഉണ്ടേ. ഹലോ, ആ ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറപ്പെട്ടോ? ഇവിടെ എല്ലാം റെഡിയാണ്. ആ ഓക്കെ ഓക്കെ, പോരെ പോരെ. അതെ, MLA ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറപ്പെട്ടു. ദിനേശ്, പൂമാല റെഡിയല്ലേ? ഇവിടെ റെഡി. റെഡിയോ? റെഡിയോ? അല്ല, പടക്കം പടക്കം. ചേട്ടാ, പടക്കം റെഡിയല്ലേ? മൈക്ക് അവിടെ പോയി. പ്രിയമുള്ളവരെ, പഞ്ചായത്തിലെ അഴിമതി അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് AKPP നടത്തുന്ന നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട MLA ഏതാനും നിമിഷങ്ങൾക്കകം ഈ സമ്മേളന നഗരിയിലേക്ക് കടന്നു വരികയാണ്. നാടിന്റെ രോമാഞ്ചമായ കണ്ണിൽ ഉണ്ണിയായ ഹാരിസ് മുഹമ്മദ് അവർകൾ ഉടൻ തന്നെ ഇവിടെ എത്തിച്ചേരുന്നതാണ്. കണ്ണിൽ ഉണ്ണി എന്ന് പറഞ്ഞ ശരിയാ, പക്ഷെ കണ്ണിൽ ഉണ്ണി പോയ മാതിരി ഇവിടുത്തെ നാട്ടുകാർക്ക്. അയ്യോ ചേട്ടാ, സാറേ, ഞാൻ 2 പൂരിയല്ലേ ചോദിച്ചത്, ഇത് 4 പൂരിയുണ്ട്. 2 അവനും കൊടുക്ക്. ഒരു പ്ലേറ്റിൽ നിന്ന് തിന്നോളി. പ്ലേറ്റ് ഇല്ല. എന്നെയാണോ? അച്ഛല്ല, ശിവൻ ശിവൻ. എന്താണ് കഴിക്കാനുള്ളത്? അത് ശരി, പൈസ ഇല്ലാതെ കഴിക്കാൻ വന്നേ. You have kabsa, alfam, shawai, tandoori. Oh no, country fellow. സംഭാഷണ രീതികൾ മാറുന്നു. മക്കളെ, വല്ല ഉണ്ടംപുരിയൊക്കെ കഴിച്ചിട്ട് പോ. കൊള്ളാലകടി. അപ്പോൾ മോഡേൺ ഫുഡ്സ് ഒന്നും ഇവിടെ ഇല്ല. ഇല്ലല്ല. ഓക്കെ ബ്രോസ്, ബൈ. കം ഓൺ. ബൈ ബ്രോ. ഇവന്റെ തലയിൽ എന്താ കക്കൂസ് ചെയ്യണ ബ്രഷോ? മച്ചു, ലെവളല്ല നമുക്ക് മുട്ടം പണി തന്നവള്. അവള് തന്നെ ബ്രോ. ഏതാവന്മാര്? ഞാനൊന്ന് പറഞ്ഞില്ലേ അമ്മ, ആ മറ്റേ കേസ്. ഓ, അവന്മാരാണോ? എന്താടാ മക്കളെ, എന്താ കാര്യം? ഏതല്ലേ, ഇത് ഞങ്ങൾ യങ്സ്റ്റേഴ്സിന് മാറ്ററാ. അങ്ങോട്ട് മാറിക്ക്. നമ്മുടെ പ്രിയങ്കരനായ MLA ഏതാനും നിമിഷങ്ങൾക്കകം കടന്നു വരികയാണ്. എല്ലാ പാർട്ടി പ്രവർത്തകരും ഈ സമ്മേളന നഗരിയിലേക്ക്. ചേട്ടാ, കടന്നു വാ. എല്ലാവരും ചേർന്ന് വരൂ. അന്ന് നീ ഷോ കാണിച്ച്, ഇന്ന് നിന്റെ ഷോറൂം കണ്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകും.
ഈ നിരാഹാര സമരം ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. എന്തുവാടോ പയ്യെ കയറ്റി. एक गिलास दारू दे दो ना. एक गिलास मैं 10 बजे पिया था भाई. കള്ളിന് വീര്യം കുറവാന്നുള്ള പരാതി കേൾക്കാതിരിക്കാനാ കാശൊന്ന് നിന്നോടെ കടത്തിരിക്കുന്നത്. കിടക്കവിടെ. അയ്യേ വാ വാ വാ. ഓ ഒന്നങ്ങോട്ട് മാറിക്കട ശ്രമി. രാവിലെ വന്ന് ഒരു ഗ്ലാസ് കള്ളുടിക്കാൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കും എരപ്പാളി മലയാളികൾ. ഈശ്വര കൊച്ചേട്ടൻ ഇന്നിവിടെ നാശകോശമാവും. മേരെ പ്യാരെ സ്റ്റാഫുവാസിയോ. നൈ അതല്ല മേരെ ആദ്മി ആയാ ഹേ. നിങ്ങളാരും ജഗടക്ക് പോയത് ഹേ. ഇത് മേരെ അപേക്ഷ ഹേ. എന്തോടോ ചിരിക്കണത്? ഇവരോട് സ്ഥിരം ഹിന്ദി പറഞ്ഞു പഠിച്ചാ ഞാൻ. ആര് വരുന്ന കാര്യം ഇപ്പോൾ ഒന്നും പറയുന്നത്? താനീ നാട്ടിലല്ലേ കൊച്ചേട്ടനാ വരണേ. അയാള് പിറ്റേ മനഃപൂർവ്വം എടുക്കും. അത്രയ്ക്ക് ചട്ടമ്പിയ ചട്ടമ്പിയാളെ കെട്ടിയോളാ. ഈളങ്ങൾ ചെയ്ത അവര് വന്ന് തല്ലിട്ടൂടോ. തല്ലിട്ടു. കോമളോ എടാ കോമാളി, എന്താ വാടാ? എന്ത് ചേട്ടാ? എടാ ഹിന്ദിക്കാരൻ വരെ എന്ത് വാട എന്നാ ചോദിച്ചത്. കൊച്ചേട്ടൻ കേറിയിരി. എന്താടാ ഉടക്കണോ? ഉടക്കട ഈശ്വര എല്ലാം തീരുമാനമായി. തൂക്കിയെടുത്ത് ജീപ്പിലിടറോ? വേണ്ട, പറഞ്ഞാ മതി എവിടെ കയറണമെന്ന്. കേറിക്കോളാം. അല്ല ഞാനും കേറണോ? പോയി കേറണോ? നിങ്ങളുടെ കെട്ടിയോനെ തല്ലിയ നിങ്ങൾ ആരെയും തല്ലുമല്ലേ? എന്നാ നിങ്ങളുടെ മുമ്പിട്ട് ഇയാളെ ഞാൻ തല്ലാൻ പോവാ. നിങ്ങൾ എന്നെയും തല്ലു. എന്റെ മുന്നിൽ വെച്ച് കൊച്ചേട്ടന്റെ രോമത്തെ തൊടാന്ന് സാറ് കരുതണ്ട. അതിന് ചിന്നമ്മ ചാകണം. മനസ്സിലായി? എന്താ വത്സലിക്കൊരു മടി? പിടിച്ചു മാറ്റാൻ. സാർ ഓർഡർ ഇട്ടാലൊന്നും അവൾ അനങ്ങില്ല. അവൾക്ക് ശരിക്കും അറിയാം ഈ ഉണ്ണിയാർച്ചയെ. എന്റെ പൊന്നു സാറേ, സാർ ഒറ്റത്തടിയാ. ഞങ്ങൾക്ക് ഈ കുഞ്ഞൂട്ടി പരാധീനങ്ങളൊക്കെ ഉള്ളതാ. ഞാൻ മാറ്റിക്കോളാം. തുടരുത്. വിടി സാറേ, മേത്തോട്ടുള്ള കളിയൊന്നും വേണ്ട. മാറ്റിവെച്ച് സാറേ, ഞാൻ അഡ്വക്കേറ്റ് സൈമൺ പുളിമൂട്. ഒരു സ്ത്രീയെ ചോദ്യം ചെയ്യുമ്പോൾ മേത്ത് തൊടണമെങ്കിൽ അതൊരു വനിതാ പോലീസ് ആയിരിക്കണം. സാറിപ്പോ ഇവിടെ പുതിയ ആളായോണ്ട് നിയമം അറിയാവുന്നില്ലല്ലോ. നമ്മൾ ജാമ്യം എടുക്കാൻ വന്നതായിരിക്കും. കോടതി ഹാജരാക്കും. അവിടെ നിന്ന് ജാമ്യം എടുത്താൽ മതി. ദേ പിന്നെയും വിവരക്കേട്. ഇവരെ അറസ്റ്റ് ചെയ്യാൻ ചെല്ലുമ്പോ നിങ്ങളുടെ കൂട്ടത്തിൽ വനിതാ പോലീസ് ഒന്നും ഇല്ലായിരുന്നു. അല്ലേ തന്നെ ഇവരിപ്പോ ചെയ്ത തെറ്റെന്തുവാ? ഒരു സ്ത്രീ കള്ളുഷാപ്പിൽ കയറിയതോ? അതൊക്കെ ഈ നാട്ടിലൊരു തെറ്റാണോ സാറേ? കേസ് നിൽക്കൂല. ഇവര് തിരിച്ചൊരു കേസ് കൗണ്ടർ ഫയൽ ചെയ്താ സാറിന്റെ തൊപ്പിയിൽ പിന്നെ പുളി ഉണക്കാനേ പറ്റുള്ളൂ. ഇറക്കി വിട് സാറേ. കുടുങ്ങുവേ. വിട്ടേക്ക് സാറേ, പുലിവാലി കേസാ. എഴുതി മേടിച്ചിട്ട് പറഞ്ഞു വിടറോ. രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട. എല്ലാ കുരുക്കും മുറുക്കി ഞാൻ കാത്തിരിക്കും. നിങ്ങൾ ഒന്ന് വീഴുകയും ചെയ്യും.
എന്നാടി വേണ്ടേ നിന്റെ വണ്ടിക്ക് എന്നാ പറ്റി? ഇതാര് വക്കീലോ? ആ. ചെറിയൊരു സ്റ്റാർട്ടിംഗ് ട്രബിൾ. തള്ളാൻ ഞാൻ സഹായിക്കണോ? കോടതി തള്ളുന്ന പോരെ. ഈ സെൻസ് ഓഫ് ഹ്യൂമർ ആണ് എനിക്കിഷ്ടം. താങ്ക് യു. ഇന്നലെ നടന്ന സംഭവം വല്ലതും ചിന്നമ്മ മാഡം പറഞ്ഞായിരുന്നോ? എന്ത് സംഭവം? അപ്പൊ ഒന്നും പറഞ്ഞില്ലേ? ഇവിടുത്തെ എസ് ഐ ഉണ്ടല്ലോ ഒരു മക്കുണാഞ്ചൻ, അവനെ ഞാനങ്ങ് പൊരിച്ചു. 2 തെറിയങ്ങ് പറഞ്ഞപ്പോ ഒതുങ്ങിപ്പോയി നാറി. സംസ്കാരം ഇല്ലാത്തവനെ ഇടപെടാൻ കൊള്ളിയല്ല. അതാണ്. നീ വണ്ടി ഒതുക്കി വെച്ചിട്ട് കാറിലോട്ട് കയറ്, ഞാൻ കൊണ്ടാക്കാം. പോണ വഴിക്ക് വല്ല വർക്ക്ഷോപ്പിലും പറയാം. ഏയ്, ഒരു കരട് കയറിയതാ. പറ്റിയില്ലെങ്കിൽ ഞാൻ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിക്കോളാം. അതെ, ഒരു കാര്യം പറയണമെന്ന് കുറച്ചു നാളായിട്ട് വിചാരിക്കുന്നു. എന്ത് കാര്യം? എടി, നിലവിൽ നിങ്ങളുടെ കമ്പനി വക്കീലാണല്ലോ ഞാൻ. അതെ. എന്നാ പിന്നെ കുടുംബ വക്കീലും കൂടി ആയാലോ എന്നൊരാലോചന. മനസ്സിലായില്ല. എടി കൊച്ച, ഞാൻ നിന്നെ കെട്ടിക്കോളാന്ന്. ചേട്ടന് നല്ല വെളുപ്പൊക്കെ ഉണ്ട്. തോമാസ് ലീഹ ഇവിടെ വന്ന് മുഖ്യോണ്ടാ. അല്ല നീയൊക്കെ എന്നെ തമ്പുരാനേന്ന് വിളിച്ചേനെ. അതാ ഇനം. നല്ല സൗന്ദര്യവും ഉണ്ട്. വാരിക്കോരി തന്നിരിക്കുക. പക്ഷെ എല്ലാം ഉണ്ടായാലും സംസ്കാരം വേണം. അതെ, ഈ കോടതിയിൽ കണ്ട കള്ളുപിടിയന്മാരും പെണ്ണുപിടിയന്മാരും കൊള്ളക്കാരുമായിട്ടാ എന്റെ സ്ഥിര സഹവാസം. അതുകൊണ്ട് ഇച്ചിരി വർത്താനം കൊണ്ടൊക്കെ ഇത്രേ കാണുള്ളൂ. ഇനി അതും പറഞ്ഞ് എന്നെ ഉണ്ടാക്കി പിരിവെട്ടിക്കാൻ പറയണ്ട കേട്ടാ. വായി തുറന്ന ഭരണിപ്പാട്ട്. ചേട്ടനെ കെട്ടിയ എന്റെ ജീവിതം ഒരു പൂരപ്പറമ്പാവും. അല്ലേലും BMW ഫിയറ്റ് എഞ്ചിൻ ശരിയാവില്ല. അതുകൊണ്ട് ചേട്ടൻ വിട്ടോ, ഇത് ശരിയാവില്ല. ശരിയായല്ലോ. കോട്ടയത്തുള്ളൊരു ഹോട്ടലിൽ ചെന്നപ്പോ കൊച്ചേട്ടോ, ഇങ്ങോട്ട് നോക്കിയേ. 6 മാസമായിട്ട് ഭാര്യ തന്നോട് മിണ്ടണില്ല എന്ന് പറഞ്ഞേ ഭർത്താവ് വിവാഹമോചനം നേടിയെന്നു. മണ്ടൻ. ഇക്കാലത്തെ ഇങ്ങനെ ഒരു പെണ്ണിനെ കിട്ടാൻ തപസ് ചെയ്യണം. ശരിയാ, കൊച്ചേന്റെ കാര്യം തന്നെ നോക്ക്. ആ പഹച്ചൊരു സ്വൈര്യം കൊടുക്കണില്ലെന്നേ. സ്വൈര്യം പോയിട്ട് ഒന്നും കൊടുക്കണില്ലല്ലോ. അല്ല, നിങ്ങൾ ഇത്രയും കാലം ഈ വേളാങ്കണ്ണിക്ക് പോയിട്ട് ഒരു മാറ്റം ഉണ്ടായില്ലേ? ഓ, വേളാങ്കണ്ണിക്ക് മാറ്റം ഉണ്ടായി. വെറുതെ അല്ല, ഇന്ത്യയിൽ ഓരോ 7 മിനിറ്റിലും ഒരു സ്ത്രീ പ്രസവിക്കുന്നത് കൊണ്ടാണ് ജനസംഖ്യാ വർധനവെന്ന് മന്ത്രി. എന്നാ പിന്നെ ആ പെണ്ണും പിള്ളയെ കണ്ടുപിടിച്ചേ പ്രസവം നിർത്തിച്ച പോരായിരുന്നോ? ഇവിടെ വന്നിരിക്കായിരുന്നു. ഞാൻ എവിടെല്ല അന്വേഷിച്ച്. ചേടാ, എന്നാ പിന്നെ നിനക്ക് ആദ്യം ഇവിടെ ഒന്ന് തിരക്കിയ പോരായിരുന്നോ? ഞാൻ ഇവിടെ ഉള്ളത്. ബ്രോക്കർ കുഞ്ഞമ്പൂന്റെ കയ്യിൽ നല്ല വെള്ള രൂപ ചെക്കനുണ്ട്. ചേടാ, നിനക്കെന്താ ഉച്ചക്കിറക്കുണ്ടോ? ഇവിടെ ഇപ്പം ആർക്കാ കല്യാണം? നമ്മുടെ റാണിമോക്ക് തന്നെ. എടാ, അവള് കൊച്ചു പെണ്ണല്ലയോ? ഇപ്പോഴേ പിടിച്ച് കെട്ടിക്കണോ? അത് പിന്നെ പ്രായം തികഞ്ഞ പെണ്ണും മരുന്ന് നിറച്ച കതിനെയും ഒരുപോലെയല്ല ചേട്ടാ. അതുകൊണ്ടല്ലേ എന്റെ മോളെ ഞാൻ നേരത്തെ കെട്ടിച്ചയച്ചത്. ഇല്ലെങ്കിൽ അവളുടെ സമൂഹ വിവാഹം ഇവിടെ നടന്നേനെ. എന്നാ പിന്നെ ഞാൻ ഈ വിവരം വീട്ടിൽ ചെന്ന് ചിന്നമ്മയോട് തഞ്ചത്തിലൊന്ന് അവതരിപ്പിച്ച് നോക്കാം. എന്തോ പറയുന്നു? എനിക്കിപ്പോ കല്യാണം ആലോചിക്കാൻ ആരാ പറഞ്ഞേ? ഞാൻ എന്താ മൂത്ത് നരച്ചിരിക്കുവാണോ? എന്റെ മോളെ കൈവന്ന ഭാഗ്യം തട്ടിക്കളയണ്ട എന്നാണ് എന്റെ അഭിപ്രായം. എന്റെ ആർച്ചേ, ഒരു കുറച്ചു കാലം കൂടെ ഞാനൊന്ന് സ്വസ്ഥമായിട്ട് നടന്നോട്ടെ. ചെറുക്കാൻ വന്നൊന്ന് കണ്ടിട്ട് പോയെന്ന് വെച്ച് ആകാശം ഇടിഞ്ഞ് വീഴോ? എടി നോക്ക, നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങോട്ട് തുറന്ന് പറ. ഞാൻ പറഞ്ഞാൽ നടത്തി തരുമോ? അത് പറയട്ടെ. ചെറുക്കൻ അമേരിക്കയിലാ, ബിസിനസ്സാ. അമേരിക്കയിലോ ഉഗാണ്ടയിലോ ആയിക്കോട്ടെ, നീ പേര് പറ. ട്രംപ്, ഡൊണാൾഡ് ട്രംപ്. അല്ല, നീ പറയുന്ന ചെറുക്കൻ ക്രിസ്ത്യാനിയാന്നോ? എന്റെ ആർച്ചേ, അത് അമേരിക്കയിലെ പുതിയ പ്രസിഡന്റാ. ഒന്ന് പറഞ്ഞു കൊടുക്ക്. പ്രസിഡന്റോ മുഖ്യമന്ത്രിയോ ആരെയാണ് മോൾക്ക് ഇഷ്ടം എന്ന് പറ, ഈ ആർച്ച് നടത്തി തരും. പിന്നെ നീ ആദ്യം ആ ഡ്രമ്മ് മോന്റെ ഫോണോ അഡ്രസ്സോ ഒന്ന് വാങ്ങിച്ചതാ. ഞാനും അവനുമായിട്ടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. അല്ലാതെ എവളുടെ വാക്കും കേട്ടോണ്ടിരുന്നാലേ മൂത്ത് നരച്ച് കൊട്ടയടയ്ക്ക പോലത്തെ നിന്റെ അപ്പനെ പോലെ വീട്ടിൽ ഇരിക്കത്തേ ഉള്ളൂ. നിങ്ങൾ അവരെ വിളിച്ച് വരാൻ പറ. ട്രംപിനെയോ? അല്ല, നിങ്ങൾ പറഞ്ഞ ചെറുക്കനെ. നമസ്കാരം. നമസ്കാരം. വാ 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 വാ. ഹലോ, ഇറങ്ങ്, വേഗം ഇറങ്ങ് വാ. നമസ്കാരം. പെണ്ണിന്റെ
വല്യച്ഛനാ ഈ വീടടക്കം 5 ഏക്കറാ. ഓ അത് ശരി. പെണ്ണിന്റെ അച്ഛൻ എവിടെയാ? ഒരു ലിങ്സ് പോലും കുറയത്തില്ല. എല്ലാം പ്രമാണത്തിൽ കാഴ്ച തീരെ കുറവാണെന്നുള്ളൂ, ചെവി തീരെ കേട്ടൂടാ. അത് കാര്യാക്കാനില്ല. എന്താ ചെയ്യാ? വാ, കേറ് കേറ്. അനിയപ്പ നീ ഇതെങ്ങോട്ടാ? നീ ഇപ്പൊ അങ്ങോട്ട് വരണ്ട. നിന്റെ കോല ഇതാന്നേ അവരറിയണ്ട. എന്തുവാ നോക്കിയിരിക്കുന്നേ? നിർത്തി വച്ചിരിക്കല്ലയോ? എടുത്ത് അങ്ങോട്ട് കഴിച്ചാട്ടെ. ഇതേ ലഡു എന്ന് പറയും, കഴിച്ച ഭയങ്കര മധുരമാ. ഇത് ചിന്നമ്മ, പെണ്ണിന്റെ വല്യമ്മ. ഇതാണ് പയ്യൻ. പയ്യൻ നമസ്കാരം. പിന്നെ പെണ്ണിന്റെ അച്ഛനെ മിണ്ടായിരി. പെണ്ണിന്റെ അച്ഛൻ ഇവിടെ ഇല്ല, അവൻ ബാംഗ്ലൂരില. എന്താ പിന്നെ പെണ്ണിനെ വിളിച്ചാലോ? ഓ പോയി വിളിച്ചോണ്ടോ. വിളിക്കാല്ലോ? വിളിച്ചാ വരുമോ? അവള് ഭയങ്കര നിർബന്ധക്കാരിയാ. പോയി വിളിക്ക. ഇരിക്കണേ. ചായ ചായ കുടിച്ചാട്ടെ. ഹായ്. ഹായ്. ഇപ്പോഴത്തെ കുട്ടികളല്ലേ, അതൊന്നും കാര്യാക്കണ്ട. ഏയ് എന്താണാവോ? അവൾക്കേ ചെറുക്കനോട് തനിച്ചൊന്ന് സംസാരിക്കണമെന്ന്. അതിനെന്താ, ആയിക്കോട്ടെ അല്ലേ? ഞാൻ ജോമോൻ. റാണിയുടെ പേരെനിക്കറിയാം. എന്തോ പറയാണ്ടെന്ന് പറഞ്ഞു. താനേ സിപ്പ് ഇട്ടിട്ടില്ല. അതൊന്നും കുഴപ്പമില്ല, പറ്റിയ പെണ്ണുങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾ ചെറുക്കനെ കൊണ്ട് വന്നാൽ മതി. അതെ, ഞാൻ ഇപ്പൊ വിളിക്കാട്ടാ. ഒരു മിനിറ്റ് തേടി വള്ളി കാലിച്ചിട്ട് നിർത്ത്. ഓക്കെ, നിർത്താണ്ട് പോവല്ലേ? ഒരു മിനിറ്റ്, ഞാൻ വിളിക്കാം. ഓക്കെ, നാളെ കാണാം. എന്റെ വണ്ടിയുടെ മുന്നിൽ കിടന്നല്ലേ? അതെ, ഞാൻ അങ്ങോട്ട് വന്ന് കണ്ട് 2 വർത്താനം പറയണമെന്ന് കരുതി വന്നതാ. പിന്നെ ആ പെണ്ണുമ്പോൾ എന്തെങ്കിലും വന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങ് ചൊറിഞ്ഞു കയറും. അതാ. അതിനിപ്പോ എന്താ പ്രശ്നം? ആ ചെറുക്കന്റെ വീട്ടുകാരെന്നെ തല്ലിയില്ലെന്നുള്ളൂ. താൻ ഞങ്ങൾ ആണ് കാണിക്കാനാണോ കൊണ്ടുപോയെന്നും പറഞ്ഞ് കുത്തിന് പിടിച്ചാനോട് ചോദിച്ചത് അവരങ്ങനെ പറഞ്ഞോ? എന്റെ കോട്ടമല ഭഗവതി, ഈ ടൈപ്പ് സാധനങ്ങളൊക്കെ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ കാണുന്നത്. ഇനിയെങ്കിലും അതിനൊക്കെ ഒന്ന് പെണ്ണായി വളർത്തു ചേട്ടാ. മനുഷ്യനെ ഇടങ്ങാറാക്കാണ്ട് ഒന്ന് മാറി നടന്ന്. അതെ. ഓ ഞാനില്ലേ. എന്റെ പൊന്ന് വക്കീലേ, പറയുന്ന എന്താ ചെയ്യാ? ഈ കസ്തൂരിമാന്റെ മേത്ത് നല്ല മണമുണ്ട്. പക്ഷെ ഇത് മാൻ അറിയത്തില്ല. മാൻ അതും അന്വേഷിച്ചുള്ള നടപ്പാ സ്ഥിരം നടക്കുന്നത്. ചുറ്റും ഒന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ നല്ല ഇറക്കന്മാരെ കാണാൻ പറ്റും. മാനോ? എവിടെ? മാൻ ഞാൻ കാണിച്ചു തരാം. വാ, വണ്ടി കയറ്. കല്യാണം കഴിഞ്ഞ വിഷം വെച്ച് കൊല്ലണം ഇതിനൊക്കെ. എന്നേലും ഒരിക്കൽ അച്ഛാന്ന് വിളിക്കണ്ടോണ്ടാ, അല്ല അച്ചിക്ക് വന്നാന്ന് വിളിച്ചേനെ. ഇനിയിപ്പോ എന്തൊരു വഴി? ഒരു പെണ്ണ് വിചാരിച്ചാല് റാണിയുടെ സ്വഭാവം മാറത്തുള്ളൂ. അതിന് പറ്റിയ ഒരാളെ ഞാൻ ഏർപ്പാടാക്കി തരാം. ഹലോ ഹലോ, ഉചിതകുമാരിക്കൊന്ന് ഫോൺ കൊടുക്കാവോ? ആരാ? വക്കീലാന്ന് പറഞ്ഞാൽ മതി. കൊടുക്കാം. ഉചിതേ, എടിയേ. ആരാ? ഏതൊരു വക്കീലാ. വക്കീലാണോ? ഹലോ, ഞാൻ ഉചിതകുമാരിയാ. ഇത്രയും നാള് നമ്മൾ ഈ ഫോണിൽ കൂടെയുള്ള ചാറ്റിംഗ് ആയിരുന്നു. നേരിട്ടൊന്ന് കാണണ്ടേ? ഒരു വർക്കിന്റെ കാര്യം പറയാൻ വേണ്ടിയാ. സാർ ഒരു 1 മണിക്കൂർ കഴിഞ്ഞ് വിളിക്കോ? ഇപ്പൊ ഒരു കസ്റ്റമർ ഉണ്ട്. ഓ ആയിക്കോട്ടെ, വിളിക്കാം. ഏതാടാ ഈ പുതിയ? ഞാൻ പറയാറില്ലടാ, എന്റെ ആ ഫേസ്ബുക്ക് ഫ്രണ്ട്. ഇപ്പൊ എന്നെ നേരിട്ടൊന്ന് കാണുന്നു. എന്താടാ ചെയ്യാ? നല്ല കറവ് കിട്ടണേനാണെങ്കിൽ ഒന്നും നോക്കണ്ട. 1 മാസത്തെ വാടക കിട്ടുമെങ്കിൽ വിട്ടുകളയേണ്ട കളിയാ. അപ്പൊ പോവാല്ലേ? പോണം.
വക്കീല് പറഞ്ഞ മാതിരി ഒരു തഞ്ചത്തിനൊക്കെ നീ നിന്ന് ആ മരം കയറി പെണ്ണിനെ യഥാർത്ഥ പെണ്ണാക്കി നീ മാറ്റിയെടുക്കണം. ശരി അമ്മാവ. പിന്നെ നിന്റെ ബയോഡാറ്റ എന്റെ കയ്യിൽ തന്ന നല്ല പളുങ്ക് ചെക്കന്മാരുണ്ട്, ഒപ്പിച്ചു തരാം. ഒന്നും കൂട്ടിയാൽ 4 ആവില്ല, 1 3 കൂട്ടിയാലേ 4 ആവുള്ളൂ. ഓട്ടക്കാശ് എത്ര ചേട്ടാ? ആ എത്ര? 100 രൂപ. എന്നാ പിടിച്ചോ. ആ വിട്ടോ വിട്ടോ. ഓക്കെ വാ കേറിക്കോളൂ. വാ ചെരുപ്പ് കോരിട്ടോ. നമസ്കാരം. ചിന്നമാന്റി അല്ലേ? എനിക്കറിയാം. ഇവിടെയുള്ള എല്ലാരെയും പറ്റിയും വക്കീലങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വക്കീലോ? ഇവളെന്നെ വക്കീലെന്നേ വിളിക്കാറുള്ളൂ. ഇവളെ ഏതാടാ മൂന്നാനെ? അതെ, എന്റെ ഒരു അനന്തരവള ഒരു ഇന്റർവ്യൂവിന് വേണ്ടി നാട്ടിൽ നിന്ന് വന്നതാ. ഒരു 3-4 ദിവസം ഇവിടെ തങ്ങേണ്ടി വരും. ഞാൻ നോക്കിയിട്ട് വിശ്വസിച്ച് നിർത്താൻ പറ്റിയ ഒരു വീട് ഇത് മാത്രമേ ഉള്ളൂ. എന്നെ ഒന്ന് സഹായിക്കും. അപ്പൊ തനിക്ക് വീടും കുടിയൊന്നും ഇല്ലേ? ഞാൻ അമ്പലത്തിലല്ലേ കിടക്കണേ. റാണിയല്ലേ? പറഞ്ഞു കിട്ടിയാലും പുലിയാണല്ലോ. നീ അത് കാര്യാക്കണ്ട. അവൾക്ക് പണ്ടേ പെമ്പിള്ളേരെ ഇഷ്ടമല്ല. ഇത് നമ്മുടെ കുഞ്ഞമ്പൂവിന്റെ അനന്തരവള. കുറച്ച് ദിവസം ഇവിടെ താമസിക്കാൻ വന്നതാ. ഇതെന്താ ലോഡ്ജോ? ഏതോ ഇന്റർവ്യൂവിന് വന്നതാ പാവം. മര്യാദക്ക് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം, അല്ലെങ്കിൽ അറിയാലോ. അറിയാം, ചിന്നമാന്റി ഉണ്ണിയാർച്ചയാകും. എന്നാ ശരി, 3 പൊയ്ക്കോ. നീ വാ. ഭഗവതി. എന്താ മോളെ? ചേട്ടാ, ഈ ബൾബൊന്ന് മാറ്റി തരുമോ? ഇതാ ഇത് ഞാൻ മാറ്റിയ ശരിയാവൂല. റാണി കൊച്ചാണ് ഇവിടെ മാറ്റണത്. ഞാൻ കൊച്ചിനെ വിളിക്കാം. എന്താ റാണി ഒരു മൈൻഡ് ഇല്ലാത്ത? രണ്ടു ദിവസമായി ഞാനിവിടെ ഉണ്ട്. ഒന്ന് മിണ്ടിക്കൂടെ? ഞാൻ എന്തിനാ നിന്നോട് മിണ്ടുന്നേ? എന്താ 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 അവിടെ ഒരു ശബ്ദം കേട്ടെ? ബൾബ് മാറ്റാൻ കേറിയപ്പോ ഷോക്ക് അടിച്ചതാ. വേറെ ആരെ കൊണ്ടെങ്കിലും ചെയ്യിച്ചാ പോരായിരുന്നോ? തന്നെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? എന്നോടുള്ള പിണക്കം മാറിയോ? തന്റെയാണോ ഈ മഞ്ഞപ്പത്രം? സാറ് ഈ കണ്ണടയിൽ കൂടി നോക്കുന്നുണ്ടോ? ഞാൻ ശരിക്കും വെള്ള പേപ്പറിൽ അടിക്കണേ. സാറേ, ഇയാൾക്ക് മീൻ കച്ചവടമായിരുന്നു പണി. മീൻ കച്ചവടം വാപ്പയ്ക്ക് പോടാ വിടുന്നു. അത് കൊള്ളാവലോട്. മീനും പത്രവും ഇത് തമ്മിൽ എന്താണോ ബന്ധം? പത്രത്തിലാണല്ലോ സാറേ മീൻ പൊതിഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ഒരു ബന്ധമുണ്ടല്ലോ. മീൻ കച്ചവടം നിർത്തിയിട്ട് നമ്മൾ വേസ്റ്റ് പേപ്പറിന്റെ പരിപാടി തുടങ്ങി. ഇവിടുന്ന് ഇനി വേസ്റ്റ് പേപ്പർ എടുക്കല്. ഇത് ശരിക്കും മമതാജില്ല. മൂപ്പർ ഒരു ദിവസം കൊഞ്ഞു വീണ് മരിച്ചുപോയി. അങ്ങനെ പിന്നെ ഞാനിത് തിരിഞ്ഞു വെക്കാൻ ആളില്ലാത്തപ്പോൾ ഞാൻ അത് വാടകയ്ക്ക് എടുത്ത് നടത്തി. ആദ്യം ചെറിയ ബില്ലും നോട്ടീസൊക്കെ ഞാൻ അടിക്കല്. പിന്നെ അതിന് കൂടുതൽ പത്രവും. ഈ ഇല്ലാത്ത എഴുതാൻ ഭയങ്കര രസമാണ്. ഇടിവെട്ട്. തനിക്ക് എവിടെ നിന്ന് കിട്ടി ഈ പേര്? അല്ല, മൊത്തത്തിൽ വെട്ടും കുത്തും ചവിട്ടൊക്കെ ആൾക്കാർക്ക് താല്പര്യം. എന്നാ പിന്നെ അതിന് പറ്റിയൊരു പേരായിക്കോട്ടെ ഞാനും വിചാരിച്ച്. അങ്ങനെയാ ഇടിവെട്ട് നിട്ട്. എങ്ങനെയുണ്ട്? ആകെ 50 കോപ്പി അടിക്കുന്ന ഒരു ഉണക്ക പത്രവും വെച്ച് ആളുകളെ ബ്ലാക്ക് മെയിൽ ചെയ്യലല്ലേ എന്റെ പരിപാടി. അല്ലോ, സാറിനോട് ആരപ്പോ ഈ നോണയൊക്കെ പറഞ്ഞേ? ആരും പറഞ്ഞതല്ല. തന്റെ ഒരു പഴയ പത്രവാർത്ത ഞാൻ പരിശോധിച്ചു. തെന്മല സദാശിവന്റെ ആത്മഹത്യ, ഉണ്ണിയാർച്ച കുടുംബം. 2 ദിവസം കഴിഞ്ഞപ്പോ തന്റെ പത്രം അത് മാറ്റി എഴുതി. സദാശിവന്റെ ആത്മഹത്യക്ക് കാരണം ഭാര്യയുടെ വഴി പിഴച്ച പോക്കെന്ന്. സത്യം പറ, ഇതിനിടയിൽ എന്താ സംഭവിച്ചത്? അത് പിന്നെ സാറേ, കള്ളന്മാരും പോലീസുകാരാണല്ലോ ഈ നാട് ഭരിക്കണേ. ഓരോ ഗുണ്ടകളെടുത്ത് 4 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് നാട് പരിപാടിയും ചെയ്തു. അങ്ങനെ സംഭവിച്ച. പക്ഷെ ആ കൂട്ടത്തിൽ താൻ എന്നെ ഉൾപ്പെടുത്തണ്ട. ഇല്ല. ഒരു കാര്യം ഓർത്തോ, അതിനുമൊക്കെ മുകളിൽ കോടതി എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ക്ലാവ് പിടിച്ചിട്ടില്ലെന്ന് ഇന്നും ജനം വിശ്വസിക്കുന്ന പരമോന്നത നീതിപീഠം. ഞാൻ അങ്ങനെ അതിന്റെ കൂട്ടിക്കയറ്റി നിർത്തി പപ്പടിപ്പിക്കും ഞാൻ. ഓർത്തോ? നമുക്ക് വളരെ വേണ്ടപ്പെട്ടൊരു കൊച്ചാണ് ഈ റാണി, അറിയാലോ. ആ പിന്നെ ഈ ബാംഗ്ലൂർ പഠിച്ചു വളർന്നൊരു കൊച്ചായതുകൊണ്ട് അതിൻ്റെ ഇച്ചിരി ഫോർവേഡാണ് ആള്. ഇച്ചിരി ചട്ടപ്പിത്തരമൊക്കെ കയ്യിലുണ്ട്. നമുക്ക് പറ്റുന്ന രീതിയിൽ അവളെ ഒന്ന് പരുവപ്പെടുത്തിയെടുക്കണം. ഉചിതം വേണമെങ്കിൽ 1-2 ദിവസമൊക്കെ കൂട്ടത്തിൽ താമസിച്ചു, അതിനൊന്നും നമുക്ക് കുഴപ്പമില്ല. ഈ പെണ്ണുങ്ങളാകുമ്പം
അറിയാലോ, അത് നിങ്ങൾക്ക് അതിന്റെ നാക്കിനങ്ങ് സാധിക്കും. അതുകൊണ്ടാ പറഞ്ഞത്. പിന്നെ എന്നെ പറ്റി ഒരു ഇച്ചിരി ഇമ്പ്രഷൻ ഉണ്ടാകുന്ന രീതിയിലൊക്കെ ഉചിത ഒന്ന് സംസാരിക്കണം. ആ, അതിന് ഉചിതയെ കാണുന്ന രീതി ഞാൻ കണ്ടോളാം കേട്ടോ. ഓക്കെ ഓക്കെ. എന്തിനാണ് റാണിമോക്ക് ഈശ്വരൻ ഇത്രയും സൗന്ദര്യം കൊടുത്തത്? ശരിക്കും ഒരുങ്ങിയ റാണിയെ കണ്ട ഒരു സിനിമ നടി പോലെ ഇരിക്കും. എന്തിനായി മേക്കപ്പ് ഒക്കെ? എന്നാലല്ലേ നല്ല ആമ്പിള്ളേര് കണ്ണുവെക്കൂ. എനിക്ക് ഈ വക ചീടത്തിലൊന്നും ഇഷ്ടമല്ല. റാണിയോട് ആരെങ്കിലും ഐ ലവ് യു പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എത്രയോ പേര്. എന്തേ? ഞാൻ വെറുതെ ചോദിച്ചതാ. മതി, എനിക്ക് വിശക്കുന്നു. വാ നമുക്ക് പോയി കഴിക്കാം. റാണി കഴിച്ചോ, ഞാൻ പിന്നെ കഴിച്ചോളാം. അത് വേണ്ട, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. പിന്നെ ഇന്ന് മുതൽ ഉചിത ഇവിടെ കിടന്നാ മതി, ഈ റൂമിൽ എന്റെ കൂടെ. പനങ്കരിക്ക് പോലത്തെ പെണ്ണ്, അവളുടെ കൂടെ ഒരേ വീട്ടിൽ. നിന്റെ യോഗളിയാ ഓർത്തിട്ടെന്നെ മനസ്സിൽ ഒരു ലഡ്ഡു പൊട്ടി പോലെ ഉണ്ട്. ഇങ്ങനെയൊന്നും ഒന്നല്ല, 2 ലഡും പൊട്ടും. ഡാ, എനിക്ക് അവളൊന്ന് കാണണമല്ല, ഒന്നിവിടം വരെ കൊണ്ടുപോടാ. റിസ്ക് ആടാ മോനെ. പിന്നെ മുള്ളമ്മന്നിയുടെ പ്രകൃത കൂട്ടിലിട്ട് വളർത്താം, പക്ഷെ മടിയിലിരുത്തി താലോലിക്കാൻ പറ്റില്ല. വെറുതെ മോഹിച്ചു പോയി. അറിഞ്ഞെടുത്തോളം ഉണ്ണിയാർച്ചയുടെ മുഴുവൻ സ്വത്തുക്കളും അവളുടെ പേരില. അതല്ലേടാ മോനെ വക്കീൽ ഈ കളി കളിച്ചത്. നാളെ നമുക്ക് പോയി അയാളൊന്ന് കണ്ടാലോ? പിന്നെന്താ? പക്ഷേ ഉചിതകുമാരിയായിട്ടല്ല. എടോ, ഇത് മുഴുവൻ ബൗൺസ് ആയ ചെക്കിന്റെ നമ്പറും എമൗണ്ടും ആണോ? അതെ. ഇതിന് മുഴുവൻ ഞാൻ കേസ് പറയണമെങ്കിൽ എനിക്ക് ഒരു ഒറ്റ ആഴ്ചയും കൂടെ വേണ്ടി വരും. എടോ, സ്വർണ്ണപ്പണയത്തിന്മേൽ പണം കടം കൊടുക്കുമ്പോൾ റീപേയ്മെന്റ് കപ്പാസിറ്റി ഉള്ളവന് മാത്രം കൊടുക്കുക. അങ്ങനെ എല്ലാവർക്കും എടുത്തു കൊടുത്താൽ അവരെ അടക്കിയല്ല. ഇതിനൊക്കെ ജപ്തി ചെയ്യാൻ ചെല്ലുമ്പോൾ അവര് കല്ല് വെച്ചെറിയും. നാട്ടുകാർ നമുക്കെതിരെ തിരിയും. ഇനി ആ പെണ്ണുമ്പോൾ എവിടെ പെങ്ങള് പണയം വെച്ച ചീട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ? താൻ എവിടെയാണോ എന്റെ പെങ്ങളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? പെങ്ങളാ? ആരടാ നീ? ആരടാ നീ? ഞാൻ ഉചിതയുടെ ബ്രദർ ഉദയൻ. നമസ്കാരം ഉണ്ട് കേട്ടോ. ഈ ലോൺ അഗ്രിമെന്റ് മുഴുവൻ ലോക്കറിൽ ഇരിപ്പുണ്ടല്ലോ, അതൊക്കെ എടുത്തോണ്ട് നേരെ എന്റെ ഓഫീസിലോട്ട് വാ. ഇപ്പോഴോ? പിന്നെ എപ്പോഴാ? ഇരിക്കൂട്ടോ, ഇരിക്കൂ. 2 ചായ. എനിക്ക് പാല. മാണിയുടെ ആളാണോ? ഇയാളല്ലേ ബ്രദർ എന്ന് പറഞ്ഞത്? അതെ. നല്ല ഫേസ് കട്ട് ഉണ്ട് കേട്ടോ. ഞാൻ കോ ബ്രദറാണ്. ഈ ഉചിത വളരെ സേഫ് ആയിട്ട് ഒരിടത്തുണ്ട്. 2 ദിവസത്തിനകം വരും. അതങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാൽ മതി. എനിക്ക് എന്റെ പെങ്ങളെ ഇപ്പൊ കിട്ടണം. അയ്യടാ മനമേ, അങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ല. എന്നൊരു 20,000 രൂപയുടെ സൗകര്യമില്ല. അല്ലെങ്കിൽ തന്നെ എന്റെ പെങ്ങളെയും കുറിച്ച് ഇല്ലാത്ത കഥകളുണ്ടാക്കി നാട് മുഴുവൻ ഞാൻ നാറ്റിക്കും. ഫേസ്ബുക്കിലും വാട്സാപ്പിലും IMO-യിലും. പൈസ സ്വന്തം പെങ്ങളല്ലേ ഒരമ്മക്കുണ്ടായത്. എണ്ണീതൊക്കെ മതി മോനെ. മതി, ഞങ്ങൾ എണ്ണിക്കോളാം. ഇങ്ങോട്ട്. ഓക്കെ. ഒരു എണ്ണുകാരൻ. ചായ കാൻസൽ. മാനേജർ എവിടെ? ലോൺ അഗ്രിമെന്റിൽ എടുക്കാൻ വേണ്ടി ബാങ്ക് വരെ പോയിരിക്കുക. അതാരാ? ഒരു ചായ പറട്ടെ? ചായ വേണ്ട. ചായ ക്യാൻസൽ. അതാരാ? അത് ഉചിതയുടെ ബ്രദറാ, പണ്ട് എടുക്കാൻ വേണ്ടി വന്നതാ. എന്താടാ? ആ പുതിയ SI ആധാർ കാർഡ് പത്രത്തിൽ കയറി വരട്ടി. ആ പഴയ കേസില്ലേ, അത് കുത്തിപ്പോക്കാനുള്ള പരിപാടിയാ. ആ SI ഗോവന്റെ അണ്ണാക്കിലേക്ക് 1 ലക്ഷം രൂപയാ കുത്തിക്കയറ്റി. അവന്റെ അമ്മയുടെ ആത്മഹത്യാ കുറിപ്പ് കത്തിക്കാൻ. പിന്നെ അവനെ എവിടെ ഇട്ട് പൊക്കാനാടാ? എന്നാലും നമ്മളൊന്ന് സൂക്ഷിക്കണം. ആ ചത്തവന്റെ കെട്ടിയുടെ പേരെന്താന്നാ പറഞ്ഞേ? ശാന്ത. അവൾ ഒരു കാരണവശാലും നമുക്കെതിരെ മൊഴി കൊടുക്കരുത്. ഉദയേട്ടൻ പാവമായിരുന്നു, നന്നായിട്ട് പഠിക്കുമായിരുന്നു. ഡിഗ്രിക്ക് പഠിക്കുമ്പോ കക്ഷിക്കൊരു അഫെയർ ഉണ്ടായിരുന്നു, ഒരു സോന. അവളൊരു ഗൾഫുകാരൻ്റെ കൂടെ ഓടിപ്പോയി. അത് പിന്നെ പെണ്ണുങ്ങളോട് മുഴുവൻ അരിശ. ആളെ കാണാൻ നല്ല ഗ്ലാമറാ. മൊത്തത്തിൽ എനിക്ക് അയാളെ അങ്ങ് ബോധിച്ചു. ഞാൻ എന്തോരം ആമ്പിള്ളേരായിട്ട് കമ്പനി കൂടിയിട്ടുണ്ട്, പക്ഷെ അവന്മാരോടൊന്നും തോന്നാത്ത എന്തോ ഒരിത്. അത് ഞാൻ മാറ്റിത്തരാം. ആ മോഹം മാറ്റി വെച്ചേക്ക്. എന്റെ ഏട്ടനെ വെറുതെ വിട്ടേക്ക്. അല്ലടി, ഞാൻ സീരിയസ് ആയിട്ടാ.
ഈ ഫീലിങ്സ് ഒക്കെ ഈ ഫേസിൽ വരുമോ? ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഈ കൾച്ചറായും തല്ലിക്കയറ്റി ഈ ചേട്ടന്റെ കൈയും കയറ്റി പോയാലൊന്നും എന്റെ ചേട്ടൻ വീടില്ല. പിന്നെ ദക്ഷിണ വെച്ച് ശിഷ്യായിക്കൊള്ളൂ. ആണുങ്ങളെ വിളക്കാനുള്ള ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. എന്താ സാറേ? ഈ സദാശിവൻ നായരുടെ ഭാര്യ ശാന്ത. ഞാനൊരു കേസുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാമെന്നത്. കടക്കണി മൂലമാണോ നിങ്ങളുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്തത്? അതെ. ഉണ്ണിയാർച്ചയും കൂട്ടനും ഭീഷണിപ്പെടുത്തിയിട്ടാണ് ആത്മഹത്യ ചെയ്യുന്നതെന്ന് അയാൾ വല്ല കുറിപ്പടി എഴുതി വെച്ചത്? അതൊന്നും എനിക്കറിയത്തില്ല സാറേ. നിങ്ങൾ ആരെയും ഭയക്കുന്നത്? എന്റെ സാറേ, നിങ്ങൾ വന്ന് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ ചോദിക്കും. എന്റെ വായിന്ന് എന്തെങ്കിലും ഒന്ന് വീണാ പിന്നെ എനിക്കിവിടെ കിടക്കപ്രതി കിട്ടത്തില്ല. പോയോരോ പോയി, എനിക്കൊരു പരാതിയുമില്ല. അളിയാ, ഈ വേഷം കെട്ടൽ വെറുതെ ആവൂ? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ വേഷം കെട്ടല്ലേ. ഒടുക്കത്തെ ഐഡിയ. പെണ്ണല്ലേ, വരാതിരിക്കൂ. ഏത് പെണ്ണുങ്ങളാടാ കൃത്യസമയത്ത് വന്ന്? അളിയാ, അവള് വരണ വരവ് കണ്ടാ അയ്യോ എത്തിയളിയാ. ഉണ്ടാക്കലടാ പന്നി. ഏട്ടനെ കാണാൻ പോകുമ്പോ ഇടാനുള്ള ഡ്രസ്സാ. ഏത് വേണേ എടുത്തു. നല്ല ചേർച്ചയുണ്ടല്ലോ. അളിയാ, അവളുടെ സാരി എങ്ങനെയുണ്ട് അളിയാ? സാരി ഇല്ലടിയാ. സാരി ഇല്ലേ? തുണിയില്ലാണ്ട് വന്നെ അവള്? തുണിയില്ലാണ്ട് വരാൻ അവള് സണ്ണിലിയോണ. അതല്ലടാ, അവള് പാന്റ് ഇട്ടേക്കണം. പാന്റ്. നടപ്പ് തന്നെ ശ്രദ്ധിക്കണം. ഒരുമാതിരി പുലിമുരുകൻ സ്റ്റൈലല്ല, ഇത്തിരി അടക്കോ ഒതുക്കത്തോടെ. അളിയാ, അവളുടെ നടത്തം എങ്ങനെയുണ്ട്? ജല്ലിക്കെട്ടിലെ കാള വരണ പോലുണ്ട് അളിയാ. അവളടുത്ത് വരുന്നുണ്ട്, ധൈര്യം കൈവിടണ്ട. ഹലോ, ഞാൻ ഉചിതയുടെ ഫ്രണ്ടാ. തന്നോടൊരു കാര്യം പറയാനുണ്ട്. ഇങ്ങ് അതിനെന്താ, വരൂ. താൻ വേണ്ട, വാ. അല്ല, പൊക്കോ. എന്നിട്ട് അവന്റെ അടുത്ത് എത്തി ശബ്ദം താഴ്ത്തി ഇങ്ങനെ പറയണം, എനിക്കൊരു കാര്യം പറയാനുണ്ട്. തെമ്മാടിത്തരം കാണിക്കാൻ നിനക്ക് എവിടെ നിന്ന് ധൈര്യം വന്നടാ നായേ? കുടുംബോ? ഇതൊരു കുടുംബമാണോ? കൊള്ള സങ്കേതമല്ലേ? അതേടാ, കൊള്ള സങ്കേതമാ. ഞാൻ എവിടത്തെ മൂലം ദേവി ജെയിംസ് ജെനിമേ മാറ, ഞാൻ ചോദിച്ചോളാം. കർത്താവാണ്, നീ ജീവനും കൊണ്ട് ഇവിടുന്ന് പോകത്തില്ല. പറ, എന്താ നിന്റെ ഉദ്ദേശം? എന്നെ തല്ലാനും കൊല്ലാനൊന്നും വരണ്ട. വക്കീലേ,
താൻ പറഞ്ഞിട്ടല്ലേ ഞാനോട് വന്നിരിക്കുന്നത്. ആണോടാ വക്കീലെ? പുരുഷനാന്ന് എനിക്ക് അറിയാൻ പാടില്ല സത്യമായിട്ടോ, അല്ലെങ്കിൽ പിന്നെ സത്യം അറിഞ്ഞോടുന്നു ഇവിടെ ഒന്ന് പറയേണ്ട വല്ല കാര്യം എനിക്കുണ്ടോ? തോക്ക് താത്തി പിടിക്കാൻ പറയാ. പിടിച്ചൂടെ? താത്തി പിടിക്കുണ്ടോ പൊട്ടും മതിയോ? ഇതിനിടയ്ക്ക് ഇവളുടെ അല്ല ഇവന്റെ ആങ്ങളെന്ന് പറഞ്ഞ് ഇവൻ തന്നെ വന്ന് 25,000 രൂപ എന്റെ കയ്യിൽ നിന്ന് മേടിച്ചോണ്ട് പോയി. എല്ലാം നമ്മുടെ റാണി മോളെ ഓർത്തിട്ട നാറിപ്പോയി. ഒരാളെ കാണുമ്പോ തന്നെ നമുക്ക് അഴിച്ചു നോക്കാൻ പറ്റുമോ? വിഷമിക്കല്ലേ. ചെയ്തതെല്ലാം തെറ്റായി പോയി, മാപ്പാക്കണം. പക്ഷെ ഇവളോടുള്ള സ്നേഹം അസത്യമായിരുന്നു. ഈ നുണയുടെ സത്യം ഇവിടെ ആർക്ക് വേണം? ഇതിപ്പോ വെളുക്കാൻ തേച്ചത് പാണ്ടായെന്ന് പറഞ്ഞ പോലെ ആയില്ലേ കാര്യങ്ങള്. പെൺവേഷം കിട്ടി ഇവനെ പോലത്തെ ഫ്രോഡ് ഒരുത്തൻ നമ്മുടെ റാണിമോക്കയുടെ കൂടെ ഒരുപാട് ദിവസം താമസിച്ചു എന്ന് പുറത്ത് ആരെങ്കിലും അറിഞ്ഞാൽ നല്ലൊരു കുടുംബത്തിൽ നിന്നൊരു കല്യാണമല്ലേ നീ റാണിമോക്ക് വരുവോ? ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമാണെങ്കിൽ റാണിമോളെ നീ തന്നെ കെട്ടണം. താങ്ക് യു താങ്ക് യു. ഇവനോ? ഇവൻ കള്ളനോ തമ്മാടിയോ ആര് വേണോ ആയിക്കോട്ടെ. റാണിമോളുടെ പേരിലുള്ള കളങ്കം മാറണമെങ്കിൽ ഇവൻ തന്നെ താലി കെട്ടണം. കളങ്കം ഒന്നും ഒരു കുഴപ്പമില്ലെന്നേ. എടുത്തു ചാടി നിങ്ങളൊരു തീരുമാനത്തിലേക്ക് പോകരുത്. എന്നെ പോലൊരു മാന്യൻ ഇവിടെ നിൽക്കുമ്പം ഇവനെ പോലൊരു തെമ്മാടിയും വഞ്ചകനും കള്ളനുമായ ഒരുത്തനെ കെട്ടാൻ റാണിമോക്ക് സമ്മതമാണെന്ന് കൂടെ അന്വേഷിക്കട്ടെ. മോള് പറ, മോക്ക് അവനെ കെട്ടണോ അതോ ഞാൻ അവനെ കൊല്ലണോ? എനിക്കിഷ്ടാണ്. ഭാർഗവീനി വാ, പാട്ടുകാരി വാ, സീക്രട്ടായി വാ, ഈ റൂട്ടിലൂടെ വാ. പാതിരാവിൽ വീട് തേടി ഓടി വന്നവളെ എന്റെ പാതി ജീവൻ ഭാർഗവി നിൻ കൂടെയല്ലയോ. ഭാർഗവീനി വാ, പാട്ടുകാരി വാ, സീക്രട്ടായി വാ, ഈ റൂട്ടിലൂടെ വാ. പാതിരാവിൽ വീട് തേടി ഓടി വന്നവളെ എന്റെ പാതി ജീവൻ ഭാർഗവി നിൻ കൂടെയല്ലയോ. ജീവനിങ്കൽ ജോഡിയായി പട്ടണം ചുറ്റാം, നമുക്കീക്വലായി സഞ്ചരിക്കാം, ഒത്തുമരിക്കാം. ബീച്ചിലെത്തി പാലം കേറി കപ്പലു കാണാം. ഭാർഗവി നിന്റെ അച്ഛൻ ഇന്ന് ഡ്യൂട്ടിയില്ലയോ. ഡ്യൂട്ടിയില്ലെന്നേ അച്ഛൻ വീട്ടിലുണ്ടെന്നേ. നമ്മെ കണ്ടുപോയാൽ എല്ലൊളിച്ചു പഞ്ചറാക്കു. മന്ത്രം ചൊല്ലി നിൻ കഴുത്തിൽ മിന്നു കെട്ടിടാം. 2 ബണ്ണു വാങ്ങി തിന്നിട്ട് പാർട്ടി നടത്താം. പാർട്ടിക്കെത്താൻ കൂട്ടുകാർക്ക് കത്ത് നൽകിടാം. പിന്നെ വേണമെങ്കിൽ വീട്ടുകാർക്ക് കമ്പി തട്ടിടാം. കമ്പി തട്ടിയാൽ നമ്മൾ കണ്ടുമുട്ടുമേ. നമ്മെ കണ്ടുപോയാൽ എല്ലൊടിച്ച് പഞ്ചറാക്കുമേ. ഭാർഗവീനി വാ, പാട്ടുകാരി വാ, ഭാർഗവീനി വാ, പാട്ടുകാരി വാ, സീക്രട്ടായി വാ, ഈ റൂട്ടിലൂടെ വാ. മമ്പടിച്ചു മല്ലയുദ്ധം ചെയ്ത് ജീവിക്കും. നിന്റെ തന്തയുടെ എല്ലുകൾ ഞാൻ ഊരിയെടുക്കും. തല്ലുകൊണ്ട് എല്ലൊടിഞ്ഞ കള്ളനെ പോലെ അയാൾ ഞുണ്ടി ഞുണ്ടി പോണത് ഞാൻ കണ്ട് രസിക്കും. കാര്യമില്ലാതെ എന്റെ തന്തയെ തൊട്ടാൽ നിന്റെ ഉന്തി നിൽക്കും പല്ലുകൾ ഞാൻ ഊരിയെടുക്കും. ഭാർഗവേനി വാ, പാട്ടുകാരി വാ, സീക്രട്ടായി വാ, ഈ റൂട്ടിലൂടെ വാ. പാതിരാവിൽ വീട് തേടി ഓടി വന്നവളെ എന്റെ പാതി ജീവൻ ഭാർഗവി നിൻ കൂടെയല്ലയോ. എന്റെ പാതി ജീവൻ ഭാർഗവി നിൻ കൂടെയല്ലയോ. എന്റെ പാതി ജീവൻ ഭാർഗവി നിൻ കൂടെയല്ലയോ.
ഒരുപാടുപേരെയൊക്കെ വിളിക്കാനുണ്ടായിരുന്നു. കല്യാണമൊക്കെ മംഗളമായിട്ട് നടന്നു. പക്ഷേ ഒരു മനപ്രയാസം. നമുക്ക് വേണ്ടപ്പെട്ട 2-3 പേരെ വിളിക്കാൻ പറ്റിയില്ല. മറ്റേ കുന്നുമേ ശാന്ത, ഒറ്റപ്പാല ഓമന, പിന്നെ അടുത്ത കല്യാണത്തിന് വിളിക്കാലോ. ഹാപ്പി മാരിയഡ് ലൈഫ്. കല്യാണത്തിന് ഇന്നലെ വരണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ വിളിക്കാതെ വരുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ടാ ഇന്നാക്കിയത്. അതിനെന്താ വിളിക്കാത്ത ഒത്തിരി പേര് വന്നല്ലോ. ഉണ്ണിയാർച്ചി ഇല്ലേ? ഉണ്ടല്ലോ, വിളിക്കാം. ഞാനിവിടെ ഉണ്ട്. എന്താ കൊണ്ടുപോകാൻ വന്നതാ. വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. എങ്ങോട്ടാ? നമ്മുടെ സർക്കാരിന്റെ വക കുറച്ച് മുറികൾ പണിതിട്ടുണ്ട് അങ്ങ് വിയൂരും പൂജപ്പുരയും. അതിലൊരു മുറി നിങ്ങൾക്ക് വേണ്ടി ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇത് സദാശിവനാരുടെ ആത്മഹത്യയെക്കുറിപ്പാണ്. എന്റെ സാറേ, രേഖാപ്രകാരം ഈ നിൽക്കുന്ന ചിന്നമ്മ, അതായത് എന്റെ ഭാര്യ, ആ കമ്പനിയിലെ വെറും സാധാരണ ജീവനക്കാരിയാ. യഥാർത്ഥ MD എന്ന് പറയുന്നത് ഈ നിൽക്കുന്ന റാണിമോള. അതുകൊണ്ട് തന്നെ ചിന്നമ്മയ്ക്കെതിരെ കേസെടുക്കാൻ പറ്റുകയില്ലല്ലോ. വേണ്ടല്ലോ, പ്രതി മുമ്പിൽ തന്നെ നിൽക്കുകയല്ലേ. പുതുപ്പെണ്ണ് തന്നെ പോരട്ടെ ആ മുറിയിലേക്ക്. വത്സലേ, എങ്ങോട്ടാ? അവിടെ ഇല്ലേ, അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. റാണി മോള് ഇവിടുത്തെ MD ആണെങ്കിൽ ഞാനും ചിന്നമ്മയും ഇവിടുത്തെ MD. അവരെ തടയണ്ട, അവന് മോളിൽ പോലീസ് ഉണ്ടല്ലോ. ഇവരവിടെ എത്തും മുമ്പ് അവരുടെ വിളി അങ്ങ് എത്തും. അതെ. അങ്ങനെ ഇവൾ കുളിക്കുമ്പോൾ ഇനി നിങ്ങളെ പറ്റിയ ഒരക്ഷരം ഞാൻ എഴുതൂല. ജേനു മുത്തേ, നമ്മൾ വിചാരിച്ച് ആരോ ചീത്ത വേണ്ടി വിളിച്ചാന്ന്. വെള്ളിയാഴ്ച തസർ ബാങ്ക് വിളിക്കുമ്പോൾ ഞാനവിടെ ഉണ്ടാവും. പോരെ? എന്ത് പിടിക്കാരൻ പൈസ വെച്ച്? ഓൻ അങ്ങനെ വിട്ടാൽ പറ്റൂല്ലോ. ഓൻ്റെ ഒരു ഫോട്ടോ എൻ്റെ വാട്സപ്പിലേക്ക് ഇട്ട് അയച്ചോ. ഓനെ ഞാൻ ശരിയായി കൊടുക്കാം. പീഡിയക്കാരൻ്റെ എന്താണ് ഇതൊന്നും വിറ്റില്ല? വിളിച്ചു പോയി മനുഷ്യനെ തൊണ്ട പൊട്ടി. എരിവും പുളിയില്ലാത്ത വാർത്ത മനുഷ്യന്മാര് വാങ്ങോ? ഇങ്ങനെ നോണ പറയില്ല. എന്റെ കീശ പൈസ ഉണ്ടല്ലോ, നോക്കട്ടെ. ഇല്ല, അള്ളാനാണ് ഇല്ല. ഇതെന്താ ധാരാണ്ടോ? വാപ്പയാ, റേഷൻ കടയിൽ കൊടുക്കാനുള്ളതാ. തന്റെ വാപ്പയാ? ആ, എന്താ? ഇന്നത്തേക്കുള്ള നല്ല ചൂടുള്ള വാർത്തയായല്ലോ. 70കാരൻ 7 വയസ്സുകാരിയെ 7 വയസ്സാക്കണോ 7 മാസാക്കണോ? 7 മാസാക്കുന്ന ഒന്നുകൂടി ഉസാറുണ്ടാവും. 7 മാസമുള്ള കുട്ടിയെ പീഡിപ്പിച്ചു. സ്കൂളിൽ പോകുന്ന വഴിയിലാണ് സംഭവം. ഇതിലും ഭേദേ പത്രാധിപരെ ജോലിക്കാരൻ കുത്തിക്കൊന്നു എന്നുള്ള വാർത്തയാ. ആരെ കൊല്ലുന്ന കാര്യമാടാ അത്? ചൂടുള്ള വാർത്തന്റെ കാര്യം പറഞ്ഞ നീ വെക്കോ. നിനക്ക് ചൂടുള്ള വാർത്തയല്ലേ വേണ്ടത്? ഞാൻ തരാം. അല്ലോ, നിങ്ങളിത് കൂട്ടിക്കാനുള്ള പരിപാടിയാ. ഇനി നിന്റെ ഇടിവെട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് ഈ വാർത്തയുമായിട്ടായിരിക്കണം. അല്ലൊത്തും നമ്മൾ അടിക്കൂല. ഇല്ലെങ്കിൽ ആ ആത്മഹത്യാ കേസിൽ നിന്നെ ഞാൻ പെടുത്തും. ബാക്കി ഞാൻ പറയണ്ടല്ലോ. അല്ല, ചെയ്താനും കടലിൽ നടുക്കായല്ലോ. ഇത് ചെയ്ത ഓള് നമ്മളെ വാൾ പോസ്റ്റ് ആക്കും. എന്തേലാവട്ടെ. ചൂടുവാർത്ത, ചൂടുവാർത്ത, ചിട്ടിഫണ്ട് പൊട്ടി ഉണ്ണിയാർച്ച മുങ്ങി. ചൂടുവാർത്ത, 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 ചിട്ടിഫണ്ട് പൊട്ടി ഉണ്ണിയാർച്ച മുങ്ങി. ഒരെണ്ണം വാങ്ങേട്ടാ. ചൂടുവാർത്ത, ചൂടുവാർത്ത, ചിട്ടിഫണ്ട് പൊട്ടി ഉണ്ണിയാർച്ച മുങ്ങി. 5 രൂപ, 5 രൂപ. ചൂടുവാർത്ത. നമ്മളെ കൊല്ലലി ശ്വാസം മുട്ടിട്ട് വീട്ടിൽ വീട്ടിൽ നീ എന്തിനാടാ വാർത്ത കൊടുത്തത്? ഞാൻ തീർത്തോളാം. പടച്ചോനാലിച്ച് നമ്മളെ കൊല്ലലി 4 മക്കൾക്ക് വാപ്പല്ലാണ്ടാവും. പടച്ചോനാലിച്ച് നമ്മളും ചെയ്യല്ലേ 4 മക്കൾക്ക് വാപ്പല്ലാണ്ടാവും. ആ SI ഇവിടെ കുത്തിരി ചെയ്യിച്ച പണിയാ. മൂപ്പര് അങ്ങോട്ടും ഇങ്ങോട്ട് തീരാൻ സമ്മതിച്ചില്ല എന്നെ. എന്ത്
എന്തുദ്ദേശത്തിലാ താൻ ഈ വാർത്ത പത്രത്തിൽ കൊടുത്തത്? കല്യാണ പെണ്ണിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതിലെന്താ തെറ്റ്? പത്രക്കാര് ചോദിക്കുമ്പോ ഇതുപോലുള്ള വാർത്തകൾ നിങ്ങൾ കൊടുക്കാറുള്ളതാണ്. അതല്ല ഞാൻ ചോദിച്ചത്. മാനവ മര്യാദയ്ക്ക് നടക്കുന്ന ഒരു കമ്പനിയെ കുറിച്ച് എന്ത് തോന്നിയാസം എഴുതാമെന്നോ? അത് കമ്പനി പൊട്ടിയെന്ന്. ഈ വാർത്ത പിൻവലിച്ച് നീ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നീ എന്നെ ഒലത്തും. അതെ, നീ ഇനി ഏതറ്റം വരെ പോയാലും എനിക്ക് ഒരു പുണ്ണാക്കുമില്ല. ഇതിവിടെ കൊണ്ടെന്ന് തീരുമെന്ന് നീ കരുതണ്ട. അതിന് ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. നിങ്ങളുടെ പുക കണ്ടേ ഞാൻ അടങ്ങും. സാറേ, അവരുടെ ചിട്ടിക്കമ്പനി ഇനി തുറക്കില്ല അല്ലേ? വത്സലിക്ക് എന്താ ഇത്ര സന്തോഷം? അല്ല, പിടിച്ച ചിട്ടി ഇനി തിരിച്ചടയ്ക്കണ്ടല്ലോ. കഷ്ടം. കുറച്ച് ചോറ മോനെടുത്ത് കഴിക്ക. ഇവിടെ ആകെ പ്രശ്നങ്ങളാ. ഞാൻ നാളെ കുറച്ച് കാശെത്തിക്കാം. അത് കഴിഞ്ഞ് പോയാൽ മതി. 2 ദിവസം കഴിഞ്ഞ് ഞാനും അങ്ങെത്താം. അപ്പോൾ ഞാൻ ഇറങ്ങുക. മോനെ, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അമ്മച്ചി ആശുപത്രിയിലോ? എന്താ പറ്റി? എനിക്കറിഞ്ഞൂടാ. എന്തോ ഓപ്പറേഷൻ വേണമെന്നാ പറയണ. ഒരുപാട് കാശും വേണം. ഞാൻ വരാം, നീ പൊക്കോ. അവനെ നീ എന്റെ മോനാണെന്നും എനിക്ക് വേറെ ഭാര്യയുണ്ടെന്നും ആ താഴെ അറിഞ്ഞ അന്ന് എന്റെ ശവം വീഴും ഇവിടെ. അപ്പച്ചൻ വരാൻ ഞാൻ പോവില്ല. എന്നാ മോനൊരു കാര്യം ചെയ്യും. ടൗണിലെ അമ്പലത്തിനടുത്ത് ഒരു കൃഷ്ണ ലോഡ്ജുണ്ട്. അവിടെ ഒരു മുറിയെടുത്തോ. അപ്പച്ചൻ്റെ പേര് പറഞ്ഞാൽ മതി. പിന്നെ ഈ തിരക്കൊക്കെ കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വരാം. ചെല്ലേ. ശരി. എടോ, തന്നെ വൃത്തികെട്ട കാല് ഞാൻ വെട്ടിയെടുക്കാൻ പോവാ. പിന്നെ തന്നെ എഴഞ്ഞു പോകേണ്ടി വരും ആ വേഷിനടുത്തേക്ക്. നിനക്ക് ഞാൻ വെറും ഒരു അടിമയാ. എനിക്കും ഉണ്ടടി വികാരവും വിചാരവും ഒക്കെ. നിനക്കതുണ്ടോ? നീ ഒരു മനുഷ്യ സ്ത്രീയാണോ? എടോ, കെട്ടിയോന് വേറെ ഭാര്യയും കുട്ടിയും ഉണ്ടെന്ന് അറിയുന്നത് ഒരു ഭാര്യയെ സഹിക്കില്ല. താൻ അവളുടെ കൂടെ ഒറ്റക്കാലിനായി തെണ്ടി നടക്കുന്നത് എനിക്കൊന്ന് കാണണം. വെട്ടടി വെട്ട്. നീ കാലല്ല കൈയും കൂടി വെട്ടിയെടുത്താലും ഞാൻ തെണ്ടാൻ പോകുന്നില്ല. എൻ്റെ മോനതിന് സമ്മതിക്കത്തില്ല. കൂലിപ്പണിയെടുത്താണെങ്കിൽ അവൻ എന്നെ പോറ്റിക്കൊള്ളും. പക്ഷേ ആ അവസ്ഥ നിനക്കാണെങ്കിൽ നീ ഒന്ന് ഓർത്തു നോക്ക്. പുഴുത്ത് പുഴുവരിച്ച് നീ റോഡിൽ കിടക്കും. തെരുവ് നായ പോലും നിന്നെ തിരിഞ്ഞു നോക്കില്ല. കല്യാണം കഴിഞ്ഞ് 10-40 വർഷം ഞാൻ നിന്റെ മുമ്പിൽ ഇറച്ചിക്കടയിലെ പട്ടിയെ പോലെ കാത്തു കിടന്നില്ലേടി. ഞാൻ ഒരാളടി. ഭർത്താവ് പിഴച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് ഭാര്യയുടെ കഴിവുകേടാടി. പോടി പോ. എങ്ങോട്ടാ എന്നെ കൊണ്ടുപോകണം? ഇത് കൊണ്ടുപോയി നിന്റെ അമ്മയുടെ ഓപ്പറേഷനോ 16 അടിയന്തരോ എന്ത് വേണം നടത്തും. പക്ഷെ നിന്നെ ഇനി ഇവിടെ കണ്ടുപോകരുത്. ഞാൻ നിങ്ങളുടെ പിച്ചക്കാശ് വാങ്ങാൻ വേണ്ടി വന്നതല്ല. എനിക്ക് എന്റെ അപ്പച്ചനെ മതി.
നിങ്ങൾ എവിടെ കൊണ്ട് ഒളിപ്പിച്ചാലും ഞാൻ കൊണ്ടുപോകും എന്റെ അപ്പച്ചനെ. എടാ കൊച്ചനെ, കാശുള്ള ആണുങ്ങളെ വലവീശി പിടിച്ചിട്ടെ ഗർഭം ഉണ്ടായപ്പോ രക്ഷപ്പെടാൻ പറഞ്ഞുണ്ടാക്കിയതാ നിന്റെ അമ്മ ഈ കള്ളക്കഥ. എന്റെ അപ്പച്ചനുമായി ഒരു താലിച്ചേരേണ്ട ബന്ധമല്ലേ നിങ്ങൾക്കുള്ളൂ. പക്ഷെ എനിക്കുള്ളത് രക്തബന്ധം. ഒരു കോടതി അത് നിഷേധിക്കില്ല. അപ്പൊ നീ രണ്ടും കൽപ്പിച്ച ചിന്നമ്മയുടെ നെഞ്ചത്ത് കയറി നിരങ്ങാൻ ഒരുമ്പട്ട് ഇറങ്ങിയിരിക്കുക. ആയുസത്തില്ല നിനക്ക്, ഓർത്തോ. പച്ച വെള്ളം പോലെ കൊടുക്കരുത്, തന്തേ തിരക്കി വന്നിരിക്കും. സാറേ, ഇന്ന് തന്നെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് കിട്ടുമോ? സാറേ, എന്റെ മോടെ പാഠ്യപത്രത്തിൽ ഇടാന്ന് വിളിച്ചു പറഞ്ഞേക്കണേ. സാറേ, ഡോക്ടർ വിജയലക്ഷ്മി ഉണ്ടെങ്കിൽ ഡോക്ടർ ചാണ്ടിനെ വിളിച്ചാലോ? പൊന്നുമോനെ, നീ ഈ അപ്പനെ ഒറ്റയ്ക്കാക്കിയല്ലോടാ. എന്തിനാടി നീ മഹാഭാവം ചെയ്തത്? നിനക്ക് അവനെ കൊല്ലാൻ എങ്ങനെ മനസ്സ് വന്നടി? അയാളെ പിടിച്ചങ്ങോട്ട് മാറ്റ്. എന്നാ പിന്നെ പോവല്ലേ തറവാട്ടിലേക്ക്? അതിന് ഞാൻ ആരെയും കൊന്നിട്ടില്ല. അതിനുള്ള തെളിവൊക്കെ ഞാൻ കോടതി ഹാജരായിക്കോളാം. ബാക്കിയൊക്കെ കൂട്ടിക്കയറ്റി നിർത്തുമ്പോ മജിസ്ട്രേറ്റിനോട് പറഞ്ഞാൽ മതി. ആ മെമ്പറെ, കവലെ വെച്ച് ഇവരാ പയ്യനെ പിടിച്ചെടുത്തോണ്ട് പോകുന്നത് കണ്ട കുറച്ചു പേരുടെ സാക്ഷിമൊഴി വേണം. കണ്ടവരൊക്കെ അങ്ങോട്ട് എത്തിച്ചോളാം സാറേ. മനസ്സിലേ? ഇവരെ പിടിച്ച് ജീപ്പിക്കറ്റ്. ഇതെന്താ ചെയ്യാ സാറേ? ഒരു നടക്ക് നടക്കുന്ന ലക്ഷണം ഇല്ലല്ലോ. മര്യാദയ്ക്ക് അങ്ങോട്ട് സമ്മതിച്ചോ, വെറുതെ ഞങ്ങൾക്ക് പണിയുണ്ടാക്കരുത്. ഭർത്താവിന്റെ ജാരസന്ധതിയെ കൊല്ലിച്ചത് നിങ്ങളാണെന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ്. ഇനി അറിയേണ്ടത് ഒരു കാര്യം മാത്രം, അത് ചെയ്തത് നിങ്ങളാണോ നിങ്ങളുടെ ഗുണ്ടകളാണോ? അങ്ങോട്ട് പറഞ്ഞേ. നിങ്ങൾക്ക് എന്നെയല്ലേ വേണ്ടത്? അവരെ വെറുതെ വിട്ടേക്ക്. അവരെ മാത്രമല്ല, നിങ്ങളുടെ ആ പുതിയ മരുമോനെയും പൊക്കാൻ പോയിട്ടുണ്ട് പല്ലക്കുമായിട്ട്. മറ്റുള്ള കേസിൽ നിന്ന് തലയൂരിയതുപോലെ ഇതിന്ന് രക്ഷപ്പെടാമെന്ന് കരുതണ്ട. ദൈവം തമ്പുരാൻ വിചാരിച്ചാലും നടക്കില്ല. കിട്ടാവുന്ന സകല തെളിവ് ഉപയോഗിച്ച് നിങ്ങളെ ഞാൻ പൂട്ടും. ചാർജ് ഷീറ്റ് റെഡി. മനുവിനെ നിങ്ങൾ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ ഗുണ്ടകളെയും കൂട്ടി ബലം പ്രയോഗിച്ച് നിങ്ങളുടെ തന്നെ ഉടമസ്ഥതയിലുള്ള ആളൊഴിഞ്ഞ വീട്ടിലിട്ട് കുത്തി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. കേട്ടല്ലോ? ഇനി ഐശ്വര്യമായിട്ട് ഇതിലേക്ക് ഒപ്പിട്ടേ. ഇല്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഇതൊരു നടക്ക് പോവില്ല സാറേ. ആ വത്സല വിളിക്കട്ടെ, രണ്ടെണ്ണം താങ്ങിയാലും ശരിയാവുള്ളൂ. വത്സല ഇവരെ കണ്ടാ മുട്ടുകൂട്ടിയിടിക്കും. അതുകൊണ്ട് ഇവരല്ല, ഇവരുടെ അപ്പൂപ്പനെ മെരുക്കുന്ന ഒരു പിടിയെ ഞാൻ ഇറക്കിയിട്ടുണ്ട്. ജാനകി, ജാനകി, അപ്പൊ തുടങ്ങല്ലേ? ജാനകി കേറി മെയ്യോ ആണല്ലോ. അവരെ രണ്ടെണ്ണത്തിന് ഇടിച്ചു കൊന്നതാ. മന്ത്രിയുടെ ബന്ധു ആയതുകൊണ്ട് രണ്ടും ഹാർട്ട് അറ്റാക്ക് ആക്കി തടിയൂരി. സർ, സൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? നല്ല മുറ്റായിരുന്നു സർ. ഭയങ്കര റെസിസ്റ്റിംഗ് പവർ. അതുകൊണ്ടല്ലേ ജാനകി തന്നെ വിളിപ്പിച്ചത്. സർ, ഇത് പുറത്തറിയണ്ട. സാറിന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആയതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. എനിവേ താങ്ക്സ്. ഇനി ഇതുപോലെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിപ്പിക്കും കേട്ടോ. ഓഫ് കോഴ്സ്. ഓക്കെ.
ഒരു 10-20 അടി പൊക്കം, കറുത്ത രൂപം. എന്റെ അടുത്ത് പറയുക നീ പൂത്തിരിയല്ലടാ കതിലയാണെന്ന്. ഒരു 10-30 അടി പൊക്കം, ഭീകര ജീവി. എന്നോട് ചോദിക്കുക തമ്പാക്കുണ്ടോന്ന്. ഒരു 20 അടി പൊക്കം, കറുത്ത രൂപം. എന്റെ അടുത്ത് പറയുക നീ പൂത്തിരിയല്ലടാ കതിലയാണെന്ന്. ഈ ഉച്ച സമയത്തന്നെ ആര് കൊല്ലും? ഒരു 32 അടി പൊക്കം വരും. ആരേലും കണ്ടോ? ഇല്ല. നന്നായി, അതുകൊണ്ടാണ് ഈ വഴി വരാൻ പറഞ്ഞത്. ജാമ്യം കിട്ടാൻ വലിയ പാടായിരുന്നു. അനിയപ്പൻ ചേട്ടൻ വന്ന് കാല പിടിച്ചോണ്ടാ ഞാൻ. താങ്ക്സ്. നമുക്കിറങ്ങാം. ഓ ഞങ്ങളെന്നാ പോവാൻ പറ്റേ. ഇനി എന്താ നിങ്ങളുടെ പ്ലാൻ? ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഒന്നാലോചിച്ച് ഇവളുടെ കാര്യം വലിയ കഷ്ടമാ. ഇന്നലെ വരെ ഇവക്ക് എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പതേ ഒന്നുമില്ലാതെ റോട്ടിൽ വന്ന് നിൽക്കുക. ചിന്നമ്മ ചേച്ചി ഇല്ല, ചിട്ടിക്കമ്പനി ഇല്ല, കേറി കിടക്കാൻ ഒരു വീട് പോലും ഇല്ല. എടി കൊച്ച, ഒന്നാലോചിച്ച നിന്റെ ഈ അവസ്ഥ നീ വരുത്തി കൂട്ടിയതാ. മനസ്സിലായില്ല. നിന്നോട് ഞാനൊന്ന് ഇഷ്ടമാന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു നിനക്ക്? ഇനി നീ ഒന്ന് കൂട്ടി വായിച്ചു നോക്കടി. അന്ന് തുടങ്ങിയതല്ലേ നിനക്ക് കഷ്ടകാലം. സദാശിവൻ നായരുടെ ആത്മഹത്യാക്കുറിപ്പ് ഒരു വലിയ പ്രശ്നമാകുന്നു, ചിട്ടിക്കമ്പനി പൊളിയുന്നു, സർവ്വ സ്വത്തുക്കളുടെയും അവകാശിയായ നീ അകത്താവുന്നു. എന്നോട് കളിച്ചാ ഇങ്ങനെ ഇരിക്കും. മനുവധക്കേസിൽ അകത്ത് കിടക്കുന്ന ഉണ്ണിയാർച്ചയ്ക്ക് പകരം നിന്റെ ഭർത്താവെന്ന് പറയുന്ന ഈ കോമരത്തിനെ അകത്താക്കാൻ എനിക്ക് പറ്റും. കാണാൻ നിനക്ക്. വക്കീലിനോടും പോലീസിനോടും കളിക്കരുത്. കഴിക്കാൻ എന്താ എടുക്കണ്ടേ? ജോയ് സാറോ? ഞാൻ മൊയ്തീനാ. എന്നാലേ അന്റെ മൊയ്തീൻ എടുക്കാം. നിങ്ങൾ എന്താ ആളെ മക്കാരാക്കുക? അതിന് നിങ്ങൾ അയാളോട് ചൂടാവണ്ട. എന്ന് നിന്റെ മൊയ്തീൻ എന്ന് പറഞ്ഞാ ഇവിടുത്തെ ഒരു പലഹാരത്തിന്റെ പേരാ. ആളെ കളിയാക്കുക? ഇത് നമ്മുടെ ഉണ്ടംപുരിയല്ലേ? അല്ല, സംഗതി ഉണ്ടംപുരിയൊക്കെ തന്നെ. പക്ഷെ ഈ ന്യൂ ജനറേഷൻ അട്രാക്ഷന് വേണ്ടിട്ടേ നമ്മുടെ ശിവേട്ടൻ ഇട്ട പേരാ. കൊള്ളാല്ലേ? അല്ലേ? അല്ല, ഈ കൊച്ചേട്ടൻ തിരൂര് പോയിട്ട് ഇനിയും വന്നില്ലേ? വന്നില്ല. അതിന് മൂപ്പര് മറ്റേ ഭാര്യയുടെ കൂടെയാണെന്നാണല്ലോ കേൾവി, അല്ലേ? എന്തോ ഒരാൾക്കാരെ ചിരിപ്പിച്ച കലാകാരനാ. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതം ട്രാജഡിയായി. വീടില്ല, കുടുംബമില്ല. ഇതിപ്പോ മോളാണെങ്കിൽ അകത്തും. വക്കീല് പേപ്പർ ഹർജി കൊടുത്ത് ഇന്ന് പുറത്തിറക്കുന്ന പറയുന്നത് കേട്ടത്. പേപ്പറിൽ ഹർജി കൊടുത്താ? പേപ്പറിൽ ഹർജി അല്ലടോ, പേപ്പർ ഹർജി. അതായത് തന്റെ പേരിൽ യാതൊരുവിധ സ്വത്തുവകകളില്ലെന്നും അതിനാൽ ബാധ്യത തീർക്കാൻ തനിക്ക് നിവൃത്തിയില്ലെന്നും കാണിച്ച് കോടതിയിൽ കൊടുക്കുന്ന ഹർജി. അത് പറ. മാഷേ, നിങ്ങൾ ട്യൂഷൻ കൊടുത്ത പിള്ളേരൊക്കെ പഠിച്ച് പഠിച്ച് വല്ല നിലയിലെത്തിയില്ലേ? നിങ്ങൾ ഒന്നും ആയില്ലല്ലോ ഇപ്പോഴും. എന്നിട്ട് അണ്ടിക്കഞ്ഞ് വർത്താനം. ശിവേട്ട, അങ്ങനെ പറയരുത്. ഈ തുമ്പ എന്ന് എത്ര റോക്കറ്റുകൾ മോളിൽ പോയിട്ടുണ്ടെന്ന് അറിയാമോ? പക്ഷെ ഇന്ന വരെ ഈ തുമ്പ മോളിലേക്ക് പോയിട്ടുണ്ടോ? ഒരു മൊയ്തീൻ കൂടി. മൊയ്തീൻ തീർന്നേ, പുലിമുരുകൻ എടുക്കാം. പുലിമുരുകനോ? പയമ്പൊരി. നാളെയാണ് ബെയിൽ ആപ്ലിക്കേഷൻ. അവർക്ക് ജാമ്യം കിട്ടിയ അതിൻ്റെ സർവീസ് തന്നെ ഒരു ബ്ലാക്ക് മാർക്കായി മാറും. അച്ഛൻ പ്രാർത്ഥിക്കണം. പാപികളോട് ക്ഷമിക്കാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് കഴുമരം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാനല്ല. അതല്ലച്ചോ, അച്ഛനറിയാലോ, എൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കേസായത്. പറഞ്ഞു കേട്ടിടത്തോളം അവർ നിരപരാധിയാണെന്നാണ് എനിക്ക് തോന്നിയത്. അല്ലച്ചോ, തെളിവുകളെല്ലാം അവർക്കെതിരാണ്.
അവരുടെ ക്യാരക്ടർ വെച്ച് ഇത് അവർ തന്നെ ചെയ്തതാ. ശരി ശരി, നിനക്ക് അവരോടുള്ള വൈരാഗ്യം അവരെ തളയ്ക്കാനുള്ള ഒരു മുൻവിധിയാകരുത് എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഒരിക്കലും ഇല്ലച്ചോ. നമ്മുടെ നിയമം തെളിവുകളെ ആശ്രയിക്കുന്നു. മനുഷ്യൻ ദൈവത്തിൽ ആശ്രയിക്കണം. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നിയമപുസ്തകത്തിൽ നമ്മൾ കുറ്റക്കാരായി തീരും. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? അവസാനം കരയാൻ ഇടവരരുത്, അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മത്തായി, മോന്റെ കല്യാണക്കാരി എന്തായി? അത് നടക്കില്ല അച്ചോ. അതെന്താ? പെണ്ണിന് മാനയൊക്കെ 2 വയസ്സ് മൂപ്പ. അപ്പോ 2 വർഷം കഴിഞ്ഞിട്ട് നടത്തിയ പോരെ? അത് ഞാൻ ആലോചിച്ചില്ലല്ലോ. ശരിയാന്നല്ലോ. ഇങ്ങനെ കുറെ എണ്ണം ക്രിസ്ത്യാനികളിലുണ്ട്. ഇപ്പൊ എന്തു മനസ്സിലായി? എടാ, അവന് ഒറ്റ ബുദ്ധിയാ. പക്ഷേ അറിവും വിദ്യാഭ്യാസവും ഉള്ള നീ ഒരിക്കലും മത്തായിയെ പോലെ ഒറ്റ ബുദ്ധി ആവരുത്. ഈശോയെ, ഞാൻ പോട്ടെ. ഇനിയും വൈകിയാൽ ആ കുശിനിക്കാരൻ ജോൺ കർത്താവിനെ വരെ അടിച്ചുകൊണ്ടുപോകും. ഇന്ത്യൻ ശിക്ഷാ നിയമം 302 വകുപ്പ് അനുസരിച്ച് താങ്കൾ കുറ്റക്കാരനാണെന്ന് ഈ കോടതി കണ്ടെത്തിയിരിക്കുന്നു. ആയതിനാൽ താങ്കൾ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുവാനും 10 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകുവാനും ഈ കോടതി ഉത്തരവാകുന്നു. നഷ്ടപരിഹാര തുക അടയ്ക്കാത്ത പക്ഷം 4 വർഷം കൂടി സാധാരണ തടവിനും ഈ കോടതി വിധിച്ചിരിക്കുന്നു. ജയിലിലിരുന്ന് ഓർക്കാൻ സന്തോഷം പകരുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി കേട്ടിട്ട് പോവാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഒരു പോലീസുകാരൻ വാസുപിള്ളെ? ആളുകൾ നോക്കി നിൽക്കേ ഒരു പെണ്ണിന്റെ കൈയും തല്ലി മേടിച്ച ദുഃഖത്തിൽ മനനൊന്ന് ആത്മഹത്യ ചെയ്ത ഒരു പാവം പോലീസുകാരൻ. ആ അച്ഛന്റെ മകനാ ഞാൻ. 20 വർഷത്തോളം എന്നെ ഒരു ഓർഫനേജ് ഇരിട്ടറിലേക്ക് തള്ളിവിട്ടതിന് ഈ ശിക്ഷ പോരാ നിങ്ങൾക്ക്. എന്റെ അച്ഛന്റെ വേർപാടിൽ ഞാൻ പൊഴിച്ച കണ്ണീരിലെടുത്ത ശബ്ദമാണ് എന്നെ യൂണിഫോമിൽ എത്തിച്ചത്. അന്ന് തൊട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാ ഇങ്ങനെയൊരു നിമിഷം. ഇപ്പൊ എനിക്ക് സന്തോഷമായി. അധികം മെനക്കെടുത്താതെ നിങ്ങളായിട്ട് തന്നെ ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി തന്നതിന്. കാണാം. നമസ്കാരം സാറേ. എന്താടോ? ഒരു നിവേദനമുണ്ട്. പല രീതിയിലും ഉണ്ണിയാർച്ചയുടെ നല്ല മനസ്സുകൊണ്ട് ജീവിതം പച്ചപിടിപ്പിച്ച കുറെ ആൾക്കാർ ഈ നാട്ടിലുണ്ട്. അവർക്ക് ഉണ്ണിയാർച്ച ദൈവത്തെ പോലെയാണ് സാറേ. അതിന് അവരാരെയും കൊന്നിട്ടൊന്നുമില്ല സാറേ. മനുവധ കേസിലെ യഥാർത്ഥ പ്രതിയെ കണ്ടെത്തി ഉണ്ണിയാർച്ചയെ വിട്ടയക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേസ് കോടതിയിലല്ലേ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാറ് ശരിക്കും അന്വേഷിച്ച സത്യം പുറത്തു വരും. അതെ, ഇതേപോലെ ഇനിഷ്യേറ്റീവ് എടുത്ത പല നേതാക്കന്മാരും പ്രതികളായ ചരിത്രമുണ്ട്. അത് കിടക്കണം. വേണ്ട സാറേ, വിട്ടോ 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 വിട്ടോ. എൻ്റെ അച്ഛൻ്റെ ആത്മാവിന് സന്തോഷമായി കാണുമല്ലേ? അച്ഛൻ്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കണേ? ഇന്ന് ഞാൻ ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ദിവസമാണ്. നിന്റെ ഏറ്റവും വലിയ ശത്രുവിന് ശിക്ഷ വാങ്ങിച്ചു കൊടുത്ത ദിവസം അല്ലേ? ഞാൻ വിജയിച്ച ദിവസം. വാ, വണ്ടി എടുക്ക്. അനാഥാലയത്തിന് പണ്ടത്തെ പോലെ ആരും ഒന്നും തരുന്നില്ല. നല്ല മനസ്സുകളുടെ കാരുണ്യം കൊണ്ട് എൻ്റെ കുട്ടികൾ പട്ടിണി കിടക്കാതെ പോകുന്നു. അച്ഛൻ പറഞ്ഞാൽ മതി, ഞാൻ എന്താ ചെയ്യേണ്ടത്? പറ്റുമെങ്കിൽ 1-2 കുട്ടികളെ സ്പോൺസർ ചെയ്താൽ മതി. നിനക്കും ഉണ്ടായിരുന്നു അങ്ങനെ ഒരാള്. നീ അറിയരുതെന്ന് അയാൾക്ക് നിർബന്ധമായിരുന്നു. നീ ഇത്ര നാള് നിഴലിനോടാണ് യുദ്ധം ചെയ്തത്. നീ കഴിച്ച ഭക്ഷണവും നീ പഠിച്ച പുസ്തകങ്ങളും എന്തിന്, നീ ഇടുന്ന പോലീസ് യൂണിഫോം വരെ അവരുടെ ദാനമാണ്. അന്ന് ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ നീ? അവസാനം കരയേണ്ടി വരുന്നു. നിനക്കറിയോ, ട്രാൻസ്ഫർ വാങ്ങി ആദ്യമായി നീ എൻ്റെ മുമ്പിൽ വന്ന ദിവസം നിന്നെ ആ വേഷത്തിലൊന്ന് കാണാൻ കൊതിച്ച്
അവരും ഉണ്ടായിരുന്നു അവിടെ. നീ കരുതുന്നത് പോലെ മഹാദുഷ്ടയല്ല അവർ. മനസ്സറിഞ്ഞ് ഒരു ദ്രോഹവും നിന്നോട് ചെയ്തിട്ടില്ല. പിന്നെ നിന്റെ അച്ഛനെ തല്ലിയത് അത് വാസുപിള്ള ഇരുന്നു വാങ്ങിയതാ. അയാളുടെ അടിയും തൊഴിയും കൊണ്ട് നിത്യരോഗിയായിട്ടാ നിന്റെ അമ്മ മരിച്ചത്. അന്ന് നിനക്ക് 7 വയസ്സാ. ശവമടക്കിന് കാശില്ലാതിരുന്ന സമയത്ത് സഹായിച്ചത് നീ ജയിലിലടപ്പിച്ച ആ സ്ത്രീയാ. കാര്യം പോലീസാണെങ്കിലും എല്ലാ ദുർഗുണങ്ങളുടെയും പര്യായമായിരുന്നു നിന്റെ അച്ഛൻ. മുഴുക്കുടിയനായ അയാൾ കൊച്ചേട്ടനുമായി സ്ഥിരം തല്ലായി. ഒരിക്കൽ സ്വന്തം ഭർത്താവിനെ പേപ്പട്ടിയെപ്പോലെ തല്ലുന്നത് കണ്ട ചിന്നമ്മ നിന്റെ അച്ഛൻ്റെ കാല് പിടിച്ചു. സ്വന്തം ഭർത്താവിനെ രക്ഷിക്കാൻ അവർക്കൊടുവിൽ ചട്ടമ്പിത്തരം കാട്ടേണ്ടി വന്നു. നിന്റെ അച്ഛൻ മരിച്ചപ്പോ നിന്നെ ദത്തെടുക്കാൻ അവരാഗ്രഹിച്ചതാ. അന്ന് അവരുടെ ആൾക്കാർ അതിന് സമ്മതിച്ചില്ല. പിന്നെ നീ ഒറ്റയ്ക്കായത് കണ്ട് ആ സ്ത്രീയ എന്നെ നിന്റെ അടുക്കിലേക്ക് പറഞ്ഞു വിട്ടത്. നിന്റെ ഓരോ വളർച്ചയും നീ കാണാതെ അവർ കാണുന്നുണ്ടായിരുന്നു മോനെ. എന്നിട്ടും വലിയ ദ്രോഹ നീ അവരോട് കാട്ടിയത്. അകന്നിരുന്നുവോ സ്നേഹം മറഞ്ഞിരുന്നുവോ, അടുത്തു വന്നുവോ കാലം പറഞ്ഞു തന്നുവോ. പോകുമഴമേഘമേ പറയണം മിഴിയോരം നനയുന്നിതാ നനയുന്നിതാ നനയുന്നിതാ. അകന്നിരുന്നുവോ സ്നേഹം മറഞ്ഞിരുന്നുവോ, അടുത്തു വന്നുവോ കാലം പറഞ്ഞു തന്നുവോ. പാകിയ പൂമരത്തിനു ദുരിതമേകുകയായിരുന്നു, മലരു തൂകിയ മാമരത്തിനു മുറിവതേകുകയായിരുന്നു. തണലു പാകിയ പൂമരത്തിനു ദുരിതമേകുകയായിരുന്നു, മലരു തൂകിയ മാമരത്തിനു മുറിവതേകുകയായിരുന്നു. അകന്നിരുന്നുവോ സ്നേഹം മറഞ്ഞിരുന്നുവോ, അടുത്തു വന്നുവോ കാലം പറഞ്ഞു തന്നുവോ.
പോൽ നിറയെ നോവുകളാണിവിടെ. പടരുമേതൊരു തീയിലെന്ന പോൽ കരളു നീറുകയാണിവിടെ. അലകൾ സാഗര തീരമെന്ന പോൽ നിറയെ നോവുകളാണിവിടെ. അകന്നിരുന്നുവോ സ്നേഹം മറഞ്ഞിരുന്നുവോ, അടുത്തു വന്നുവോ കാലം പറഞ്ഞു തന്നുവോ. പോകുമഴമേഘമേ പറയണം മിഴിയോരം നനയുന്നിതാ നനയുന്നിതാ. അവസാനം നീ ഇവിടെ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. അച്ഛൻ എല്ലാ കാര്യവും പറഞ്ഞു അല്ലേ. പക്ഷെ നീ ഒരുപാട് വൈകിപ്പോയി. എനിക്കിപ്പോൾ ഈ മുറി ഒരു ശീലമായി. നിന്റെ നല്ല പ്രായം അനാഥ മന്ദിരത്തിലാക്കിയതിന് ദൈവം നൽകിയ തിരിച്ചടി. ഇല്ലമ്മേ, ഞാൻ സമ്മതിക്കില്ല. ഈ തടവറയെന്ന് അമ്മ ഞാൻ പുറത്തിറക്കും. എല്ലാവരുടെയും ചിന്നമ്മയായിരുന്നു ഞാൻ. പിന്നെ ആർച്ചയായി, ഉണ്ണിയാർച്ച. പിന്നെ വർഷങ്ങളോളം ഞാൻ കാത്തിരുന്ന ആ വിളി മോൻ്റെ വായിൽ നിന്ന് തന്നെ കേട്ടല്ലോ. അമ്മ എന്ന ആ വിളി സന്തോഷമായി മോനെ, മനസ്സ് നിറഞ്ഞു. ഉണ്ണിയാർച്ച ചിട്ടിന്ന് അങ്ങേര് ലോൺ എടുത്തു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അവര് ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും അല്ല അങ്ങേര് മരിച്ചത്. എന്റെ കെട്ടിയൻ മഹാപിഴയായിരുന്നു സാറേ. കോഴിക്കട നടത്തി മുടിഞ്ഞതാ. കള്ളുകുടിയും ചീട്ടുകളിയും എന്ന് വേണ്ട സർവ്വ ചുറ്റിക്കളി അങ്ങേർക്കുണ്ടായിരുന്നു. അങ്ങേര് ചത്തേ പിന്നെ കോഴിക്കട തുടങ്ങാൻ ആ ഉണ്ണിയാർച്ച സഹായിച്ചത് കൊണ്ടാ രക്ഷപ്പെട്ടത്. കെട്ടിയോന്മാരുടെ ചീട്ടുകൾ നിർത്താൻ ഞങ്ങൾ കുറേ പെണ്ണുങ്ങൾ ഉണ്ണിയാർച്ചേനെ പോയി കണ്ടു. ഞാനിത് പൂട്ടിയാലും നിങ്ങളുടെ കെട്ടിയോന്മാർ വേറെ പോയി കളിക്കുമെന്നും പറഞ്ഞ് അവിടെ പിരിയുന്ന കാശിൻ്റെ ഒരു ഷെയർ ഞങ്ങൾക്ക് വീതിച്ച് തരികയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. കഷ്ടമായി പോയി സാറേ. സാറന്ന് അവരെ തല്ലാൻ പറഞ്ഞപ്പോൾ ഞാൻ കൈവെക്കാതിരുന്നത് പേടിച്ചിട്ടൊന്നുമല്ല. എൻ്റെ 2 പെൺമക്കളും പഠിക്കുന്നതിൻ്റെ എല്ലാ ചെലവുകളും വഹിക്കുന്നത് അവരാ. ഉണ്ണിയാർച്ചയെ പ്രതിയാക്കാൻ സാർ ഒരു അല്പം തിടുക്കം കാട്ടിയെന്ന് എനിക്ക് അന്നേ ഡൗട്ട് അടിച്ചതാ. അതുകൊണ്ട് തന്നെ പ്രശ്നം കോംപ്ലിക്കേറ്റഡ് ആയി. യഥാർത്ഥ പ്രതി രക്ഷപ്പെടാൻ ചാൻസ് കൂടുതലാ. വാതിൽ പുറത്തു നിന്ന് പൂട്ടിയ മുറിയിലാണല്ലോ ക്രൈം നടന്നത്. താക്കോൽ അവരുടെ കയ്യിലായതുകൊണ്ട് സ്വാഭാവികമായിട്ട് തെറ്റിദ്ധരിച്ചു. അത്രേ ഉള്ളൂ. അത് നോക്കി വാ. എല്ലായിടത്തും ഒന്നും കൂടി സെർച്ച് ചെയ്യണം. എന്തെങ്കിലും തുമ്പ് കിട്ടാതിരിക്കില്ല. ഇതിങ്ങെടുത്ത് കൊല്ലപ്പെട്ട മനു ഉപയോഗിച്ചതാണോ അല്ലെങ്കിൽ കൊലയാളിയുടെ? ഏതായാലും ടെസ്റ്റിന് അയച്ച് കൺഫേം ചെയ്യണം.
സ്റ്റേഷൻ റെക്കോർഡ്സിലുള്ള സകല ഫിംഗർ പ്രിന്റ്സും വെച്ചോളൂ. പൂട്ടിയിട്ടിരിക്കുമ്പോ ഇതിനുള്ളിൽ കയറാൻ ഈ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഇത്രയും താഴേന്ന് അവിടെ കയറി പറ്റണമെങ്കിൽ ഒരു ലാഡർ ഉപയോഗിക്കേണ്ടി വരും. ഈ പരിസരത്ത് നിന്ന് അങ്ങനെയൊന്നും കണ്ടെത്തിയിട്ടുമില്ല. അല്ല സാർ, ഐ വിറ്റ്നസ് ആരുമില്ലേ? ഈ കെട്ടിടത്തിൽ രാത്രി ഒരുത്തൻ കിടന്നുറങ്ങാൻ പതിവുണ്ടായിരുന്നു. ആരാണ്? പൂത്തിരി എന്നാണ് പേര്. പക്ഷെ ഇപ്പൊ എന്തോ കണ്ട് പേടിച്ച് തലയ്ക്ക് സ്ഥിരതയില്ലാത്ത അവസ്ഥയില്ല. ചില കേസുകളിൽ പോലീസിന്റെ ശ്രദ്ധ തിരിക്കാൻ പ്രതികൾ ഇങ്ങനെ മനഃപൂർവ്വം ബിഹേവ് ചെയ്യാറുണ്ട്. പൂത്തിരി എവിടെയുണ്ടെങ്കിലും അവനെ ഉടനെ പൊക്കണം. അയ്യോ, എന്നെ കൊല്ലല്ലേ! അയ്യോ അയ്യോ, 10-20 അടി പൊക്കേ ഉള്ളേ. അയ്യോ അയ്യോ അയ്യോ, അമ്മ എങ്ങോട്ട് പോട്ട്? അയ്യോ, ഇവിടെ വിളിക്കാം, ഇവിടെ വിളിക്കാം. ഒരു 10-60 അടി പൊക്കം, കറുത്ത രൂപം. എന്നെ കൊല്ലാമെന്നതാ. എന്നിട്ട് എന്റെ അടുത്ത് പറയുക നീ ഗന്ധർവനാണെന്ന്. ആണോ സാറേ? ആണോടാ പട്ടി? ഞാനല്ല, നിന്റെ തന്ത. നിർത്തണോ? തല്ലാൻ ഞാൻ പറഞ്ഞു. സാറേ എന്നെ തല്ലല്ലെന്ന് പറ സാറേ. ഞാൻ സത്യം പറയാം സാറേ. അങ്ങോട്ട് മാറിക്ക, ഞാൻ ചോദിച്ചോളാം. വാ പറ, എന്താ ഉണ്ടായത്? സാറേ, ഒരു 10-100 അടി പൊക്കം, കൊന്നത്തെങ്ങിന്റെ വലിപ്പം. എന്നെ കൊണ്ടുപോകാൻ വന്നതാ. പോത്തും കാലിൽ കാലനാ സാറേ, കാലൻ. ഇയാളെ പിടിച്ച് വല്ല ഭ്രാന്താശുപത്രി ലേപ്പിക്കണോ? സാർ, ഫിംഗർ പ്രിന്റിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഹലോ, ആ ഓക്കെ. സോറി, ഞാൻ കുറച്ച് തിരക്കാണല്ലോ. മാത്രമല്ല ഇങ്ങനത്തെ പരിപാടിയിലൊന്നും പങ്കെടുക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. നിങ്ങൾ വല്ല മന്ത്രിയോ MLA MP നോക്ക്, അവർക്കാണല്ലോ ഇതിലൊക്കെ കൂടുതൽ താല്പര്യം. അങ്ങനെ പറയരുത് സാർ. മുമ്പിരുന്ന SI ഗോപൻ സാറ് വരാമെന്ന് പറഞ്ഞിരുന്ന ചടങ്ങാണിത്. അതെ, അത് വെച്ച് ഞങ്ങൾ നോട്ടീസ് പഠിച്ചു പോയി. അതുകൊണ്ട് സാർ ഒഴിവൊന്നും പറയരുത്. നമ്മുടെ നാട്ടിലൊരു സർക്കസ് കലാകാരനുണ്ടേ, അനിയപ്പൻ ചേട്ടൻ. അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു ചടങ്ങുകൂടിയുണ്ട്. അതുകൊണ്ടാണ് സാർ എന്തായാലും വരണം. ഓക്കെ. നിങ്ങളെപ്പോലെ സമൂഹത്തിൽ നിലയും വിലയുള്ളവരെന്ന് പറയുമ്പോൾ എങ്ങനെ വരാതിരിക്കുക? ഞാൻ ഉണ്ടാവും. ഓക്കെ സാർ, വളരെ ഉപകാരം. വേഗം വാ, നമുക്ക് പോസ്റ്റ് ഒട്ടിക്കാനുള്ളതാണ്. വിശന്നിട്ട് മനുഷ്യന്റെ വയറിനൊട്ടിക്കിടക്കും. ഗാന്ധിനഗറിന്റെ സാംസ്കാരിക രംഗത്തും അതുപോലെ സേവന രംഗത്തും കാര്യമായ സംഭാവനകൾ നൽകിയിട്ടുള്ള തരംഗം കലാ സാംസ്കാരിക വേദിയുടെ 6ാമത് വാർഷികത്തിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥിയായ SI അജയ് സാറിനെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ ഹാരിസ് മുഹമ്മദ് അവர்களെയും ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആദ്യത്തെ കാര്യപരിപാടി ആദരിക്കൽ ചടങ്ങാണ്. ഒരുപാട് സർക്കസ് വേദികളിൽ കേരളത്തിനകത്തും പുറത്തും കാണികളെ കുടുകുടാ ചിരിപ്പിച്ച കലാകാരൻ, ജീവിതം സർക്കസിനായി ഒഴിഞ്ഞുവെച്ച, യൗവനം തമ്മിൽ ഹോമിച്ച ആ നാട്ടുകാരനായി വലിയ കലാകാരനെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സ്വന്തം അനിയപ്പൻ ചേട്ടൻ. നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം അനിയപ്പൻ ചേട്ടൻ. കൈയടിക്കാം. വാ. അനിയപ്പൻ ചേട്ടന് പുരസ്കാരം നൽകുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട MLA ക്ഷണിക്കുന്നു. നമസ്കാരം. അടുത്തതായി പൊന്നാടി അണിയിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട SI ക്ഷണിച്ചുകൊള്ളുന്നു.
എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ ഈ ചടങ്ങിന് വരേണ്ട ഒരാളല്ല. പ്രമാദമായ ഒരു കൊലക്കേസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അന്വേഷണത്തിലാണ്. പക്ഷെ ഇന്ന് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ ആദരിക്കൽ ചടങ്ങാണ്. അർഹതയുള്ളവരെ നമ്മൾ അംഗീകരിക്കണം, ബഹുമാനിക്കണം. നിങ്ങളുടെ ക്ലബിന്റെ ആദരിക്കൽ ചടങ്ങ് കഴിഞ്ഞെങ്കിൽ അടുത്തത് ഞങ്ങൾ കേരള പോലീസിന്റെ വക ഒരു ആദരിക്കൽ ചടങ്ങാണ്. അത് കൊള്ളാം. നിങ്ങളുടെ അനുവാദത്തോടു കൂടി ഞാൻ ആ കർമ്മം നിർവഹിക്കുകയാണ്. മിസ്റ്റർ അനിയപ്പൻ, യു ആർ അണ്ടർ അറസ്റ്റ്. എന്താ എന്താ സാറേ? അയ്യോ, എന്താ കാണിക്കണേ? ഇൻഹേലറിലെ ഫിംഗർ പ്രിന്റ് നിങ്ങളുടേതാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ 50% ഞാൻ ഉറപ്പിച്ചതാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കത്തി നെഞ്ചിന്റെ ഒത്ത ഭാഗത്തായി മുകളിലേക്ക് ചാഞ്ഞ നിലയിൽ കയറിയതായിട്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇത് അകലെ നിന്നും കത്തി പ്രയോഗിക്കുമ്പോൾ മാത്രം സംഭവിക്കുന്നതാണ്. വൈദഗ്ധ്യമുള്ള ഒരു പ്രൊഫഷണലിന് മാത്രമേ ഇത് സാധിക്കൂ. അങ്ങനെയാണ് നിങ്ങൾ അവസാനമായി ജോലി ചെയ്ത സർക്കസ് കമ്പനിയിൽ ഞാൻ ചെന്നത്. പണ്ടൊരിക്കൽ കമ്പനിയിൽ അവന് വിരോധമുണ്ടായിരുന്ന ഒരു പെണ്ണിനെ ഷോക്കിടയിൽ അവൻ തീർത്തു. അന്നതൊരു കയ്യബദ്ധമായി എല്ലാവരും കണ്ടു. ഓക്കെ ഓക്കെ സർ, താങ്ക് യു. സീ യു. പരിസരത്തു നിന്ന് കിട്ടിയ ലാടം നിനക്കൊരിക്കലും ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പൊ പിന്നെ പരസഹായമില്ലാതെ നീ എങ്ങനെ ഒറ്റയ്ക്ക് മുറിയിൽ കയറി കൃത്യം നിർവഹിച്ചു? അതാണ് എന്നെ പഠിപ്പിച്ചത്. പക്ഷെ ക്ലബ്ബുകാർ കൊണ്ടുവന്ന നോട്ടീസിലെ 2 ചിത്രങ്ങൾ അതെന്റെ സംശയങ്ങൾക്ക് ഉത്തരം നൽകി. ഇനി പറ, എന്തായിരുന്നു മോട്ടീവ്? എങ്ങനെയാ ചെയ്തത്? വില പോകാത്ത നുണകളൊന്നും പറയണ്ട. സത്യം സത്യമായിട്ട് പറഞ്ഞാൽ മതി. എൻ്റെ മോള് റാണി ചിന്നമ്മയുടെ ദത്തപുത്രിയായിരുന്നു. കല്യാണം കഴിഞ്ഞ് അവളെ പോലീസ് പിടിച്ചപ്പോൾ അവളെ മറയാക്കി ചിന്നമ്മ രക്ഷപ്പെട്ട്. അവളെ ചിന്നമ്മ നോക്കും എന്ന് ഞാൻ കരുതി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആ SI ഒരു ഏപ്പരാച്ചിയ കടുകട്ടി. അമ്പിനും ബില്ലിനും എടുക്കത്തില്ല. റാണി മോക്ക് കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കേണ്ടി വരും. നിക്ഷേപർ ഓരോരുത്തരെ കൊണ്ടും പ്രത്യേകം കേസ് കൊടുപ്പിച്ചേക്കുക. അവരെല്ലാം ചെന്ന് കണ്ട് കേസ് പിൻവലിക്കാൻ പറയണമെങ്കിൽ അതിന് മാത്രം കാശ് ഇറക്കേണ്ടി വരും. ഉണ്ടോ? അയ്യോ, അത് നടക്കൂല. നമ്മുടെ പുഴയോരത്ത് തെങ്ങുതോപ്പ് വാങ്ങിച്ചെടുത്ത് പെട്ടുകിടക്കുകയല്ലേ പൈസ മുഴുവൻ. അപ്പൊ പിന്നെ പാപ്പർ ചൂട്ട് ഫയൽ ചെയ്യേണ്ടി വരും. ഒരു ചായ പറയട്ടെ? അയ്യോ, എനിക്കിപ്പോ തൽക്കാലം ചായ ഒന്നും വേണ്ട. അങ്ങനെയാണെങ്കിൽ റാണി മോക്കയുടെ പേരിൽ കിടക്കുന്ന എല്ലാ സ്വത്തും എത്രയും പെട്ടെന്ന് വേറെ ആരുടെയെങ്കിലും പേരിലേക്ക് മാറ്റുക. അതാ ചെയ്യേണ്ടത്. അപ്പൊ നമുക്കത് കൊച്ചേട്ടന്റെ പേരിലങ്ങ് എഴുതിയാലോ? കേസ് തീരുമ്പോൾ നമുക്ക് തിരിച്ചെഴുതാന്നേ. ഓ മതി, അത് മതി. വക്കീൽ അതിന്റെ കാര്യങ്ങളുമായിട്ട് തന്നെ അങ്ങ് മുമ്പോട്ട് പോകും. ആ അങ്ങനെയാണെങ്കിൽ അതിന്റെ കടലാസും പരിപാടികളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചേക്കാം. ഞാൻ വിളിക്കുമ്പം ആ റാണി കൊച്ചിനോട് ഇവിടെ വന്ന് ഒപ്പിടാൻ മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. അത് ഞാൻ പറയാം. ജയിച്ചേസാ, കുഴപ്പമില്ല. എന്റെ റാണിമോളുടെ ജാമ്യക്കാര്യം പറയാൻ ഞാൻ വക്കീലിനെ കാണാൻ ചെന്നു. തന്റെ മോളുടെ കാര്യം കട്ട പുകയാ. കല്യാണം കഴിച്ച് പൊന്നുപോലെ നോക്കിക്കോളാന്ന് ഞാൻ പറഞ്ഞതാ. അപ്പൊ അവക്ക് വേണ്ട, മറ്റേ അവൻ മതി. എന്നിട്ടിപ്പ എന്തായി? സ്വത്ത് മുഴുവൻ 3ാമതൊരുത്തം കൊണ്ടുപോയപ്പോ തൃപ്തി ആയല്ലോ. എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായില്ല. ഈ റാണിയെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടിയുള്ള സ്വത്ത് മുഴുവൻ കൊച്ചേട്ടന്റെ പേരിൽ എഴുതി വെച്ചായിരുന്നോ?
എന്നിട്ട് ഇപ്പൊ കൊച്ചേട്ടന്റെ മകനാന്ന് പറഞ്ഞ് പുതിയൊരുത്തൻ കയറി വന്നില്ലേ? അങ്ങനെ നോക്കുമ്പോ ഇതിനു മുഴുവൻ അവകാശി ആരാ? ഈ പുതുതായിട്ട് കയറി വന്ന അവൻ. അപ്പൊ റാണിക്കോ? ഒലക്ക. അച്ഛനും മോൾ കൂടെ നഷ്ടപ്പെട്ടൊരു കമ്പനിയുടെ പേരും പറഞ്ഞതിന് ജീവിതകാലം മുഴുവൻ കോടതി വരാന്ത കയറി ഇറങ്ങാം. അതിന് ചിന്നമ്മ സമ്മതിക്കൂ? ബെസ്റ്റ്. ഈ ചിന്നമ്മ പെട്ടിരിക്കുക. ഇപ്പൊ വന്ന ഈ ചെറുക്കനുണ്ടല്ലോ, അവൻ ചില്ലാങ്കൂരിയ, ജഗജില്ലി. അവൻ നിങ്ങളുടെ കൊച്ചേട്ടനെ കൊണ്ട് ഈ നാട്ടിൽ നിന്ന് ഒരു മുങ്ങല് മുങ്ങും. എന്നിട്ട് നിങ്ങൾ അച്ഛനും മോക്കും ഇതൊരു കേസും കൊടുക്കും. അതോടുകൂടി നിങ്ങൾക്ക് കുടുംബമായിട്ട് വല്ല സർക്കസിലും ചെന്ന് ചേരാം. പറയുന്നോണ്ട് വിഷമം തോന്നിയാലും കുഴപ്പമില്ല. തന്റെ മോക്കെ ഒരെല്ല് കൂടുതലാ. അവക്കിത് തന്നെ വേണം. അവനെ പഴയ വീട്ടിൽ പൂട്ടിയിട്ട കാര്യം പൂത്തിരി എന്നോട് പറഞ്ഞത്. മനുഷ്യർ വല്ലവരും ആയിരുന്നു ഉണ്ണിയാർച്ച കൊടുത്ത 2 ലക്ഷം മേടിച്ച് സ്ഥലം വിട്ടേനെ. അപ്പൊ അവൻ കരുതി കൂട്ടി ഇറങ്ങിയതാ. അവൻ എവിടെ ഉണ്ട് ഇപ്പം? ആ പഴയ വാടക വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുക. ദാഹിച്ച പച്ചവെള്ളം കൊടുക്കരുതെന്ന ഓർഡർ. അങ്ങനെ ആ രാത്രിയിൽ അവനെ കൊല്ലാൻ ഞാൻ തീരുമാനിച്ചു. മുകളിലത്തെ മുറിയിൽ കയറി അവനെ കൊല്ലാൻ ഒരു വഴിയും കാണാതെ ഞാൻ വിഷമിച്ചു. അപ്പോഴാണ് ഞാൻ സർക്കസിൽ നിന്ന് കൊണ്ടുവന്ന പൊയ്ക്കാരുകളെ പറ്റി ഓർത്തത്. സന്തോഷായി. എന്തായാലും സത്യം പുറത്തു വന്നുല്ലോ. പക്ഷേ അതൊരുപാട് മുറിവുകളുണ്ടാക്കി പലർക്കും. ആ വക്കീൽ അവരുടെ സർവ്വ സ്വത്തുക്കളും തട്ടിയെടുത്തു. കൊച്ചേട്ടനോ? അദ്ദേഹം ഇപ്പോ 2ാം ഭാര്യയ്ക്കൊപ്പം ഉണ്ടെന്ന് അറിഞ്ഞത്. ചിട്ടിക്കമ്പനിയുടെ ബാധ്യത കൂടിയപ്പോ റാണി ഉദയനെ നാട് വിട്ട് വേറെ ടൗണിൽ പോയി ബ്യൂട്ടി പാർലർ തുടങ്ങി. ഈ അവസ്ഥയ്ക്കെല്ലാം കാരണക്കാരൻ ഞാനാണല്ലേ അച്ചോ? ഒരിക്കലും അല്ല. എല്ലാം ദൈവഹിതമാണ്. തമ്പുരാൻ നിശ്ചയിച്ചതാകണം ഇതും. എനിക്കൊരപേക്ഷയുണ്ട്. എന്നെ ഇവിടെ സ്വീകരിച്ച് സംരക്ഷിക്കാൻ അച്ഛൻ കാണിച്ച ദയ ഈ അമ്മയോടും കാണിക്കണം. അതവരുടെ ഒരു ആഗ്രഹമാണ്. അവിടെയും ആ അമ്മ നിന്നെ തോൽപ്പിച്ചു കളഞ്ഞ മോനെ. വർഷങ്ങൾക്ക് മുമ്പ് നീ ജീവിച്ച മുറിയിൽ കിടന്ന് മരിക്കണമെന്ന് പറഞ്ഞ് അവരാ മുറി അവർക്ക് വേണ്ടി തന്നെ സ്വന്തമാക്കിയിരുന്നു. നീ അവരെ വിളിക്ക്.
മറഞ്ഞിരുന്നുവോ അടുത്തു വന്നുവോ കാലം പറഞ്ഞു തന്നുവോ പോകുമഴമേഘമേ പറയണം മിഴിയോരം നനയുന്നിതാ 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 അകന്നിരുന്നുവോ സ്നേഹം മറഞ്ഞിരുന്നുവോ അടുത്തു വന്നുവോ കാലം പറഞ്ഞു തന്നുവോ പാകിയ പൂമരത്തിനു ദുരിതമേകുകയായിരുന്നു മലരു തൂകിയ മാമരത്തിനു മുറിവതേകുകയായിരുന്നു തണലു പാകിയ പൂമരത്തിനു ദുരിതമേകുകയായിരുന്നു മലരു തൂകിയ മാമരത്തിനു മുറിവതേകുകയായിരുന്നു അകന്നിരുന്നുവോ സ്നേഹം മറഞ്ഞിരുന്നുവോ അടുത്തു വന്നുവോ കാലം പറഞ്ഞു തന്നുവോ